ആധാരമായി സങ്കീർത്തനങ്ങൾ 51-ന്റെ 6-ാം വാക്യം ഞാനൊന്ന് വായിക്കാൻ ആഗ്രഹിക്കുക. സങ്കീർത്തനങ്ങൾ 51-6. ആ വചനം ഇങ്ങനെയാണ്: അന്തർഭാഗത്തിലെ സത്യമല്ലോ നീ ഇച്ഛിക്കുന്നത്, അന്തരംഗത്തിൽ എന്നെ ജ്ഞാനം ഗ്രഹിപ്പിക്കുകയാണ്. ഈ വചനം കഴിഞ്ഞ അല്പ വർഷങ്ങളായി എന്നെ ദൈവം പഠിപ്പിക്കുന്ന ഒരു വചനമാണ്. അല്ലെങ്കിൽ പണ്ടൊക്കെ ഇത് വിഷമം വരുമ്പോ, സങ്കടം വരുമ്പോ ഓടിപ്പോയി, നമ്മളെല്ലാവരും വിശ്വാസികൾക്കുള്ള ഒരു ഇതാണ്, സങ്കടം വരും ഓടിപ്പോയി ബൈബിൾ അങ്ങോട്ട് കണ്ണടച്ച് തുറന്നു, അപ്പാ എന്നോട് സംസാരിക്കണേ. ദാവീദിന്റെ സങ്കീർത്തനം എടുത്തൊരു വായനയുണ്ട് അല്ലെ, ഭയങ്കര ആശ്വാസം അത് വായിച്ചു കഴിയുമ്പോ അല്ലെ. എന്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചു എങ്കിലും യഹോവ എന്നെ ചേർത്തുകൊള്ളും എന്നൊക്കെ വായിക്കുമ്പോ എന്തോ ഒരു ആശ്വാസം. ദാവീദിന്റെ ഒപ്പം പല സങ്കീർത്തനങ്ങളും എനിക്കും വായിക്കാൻ ഇടയായിട്ടുണ്ട്. അതൊക്കെ വായിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. മറ്റൊന്നുമല്ല, എന്റെ ജീവിതമായിട്ട് എവിടെയൊക്കെ ഒരു റിലേഷൻ തോന്നും, നമുക്ക് ആശ്വാസം തരുന്ന വചനം. എന്നാൽ ജീവിതത്തിൽ ആദ്യമായി ഈ 51-ാം സങ്കീർത്തനം വായിച്ചപ്പോൾ എന്റെ ജീവിതത്തിൽ എന്നെ കർത്താവ് പണിയാൻ ആഗ്രഹിച്ചപ്പോൾ എന്നെ ദൈവം കറക്റ്റ് ചെയ്തൊരു വചനം ഏത്? അന്തർഭാഗത്തിലെ സത്യമല്ലോ ദൈവം ഇച്ഛിക്കുന്നത്, അന്തരംഗത്തിൽ എന്നെ ജ്ഞാനം ഗ്രഹിപ്പിക്കണമേ. ഈ വചനം നാളുകൾക്ക് മുമ്പ് ദൈവസന്നിധി ഇരുന്ന് വായിച്ച് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, എന്നെ പരിശുദ്ധാത്മ പണിതപ്പോൾ പറഞ്ഞൊരു വാക്കാ. മകളെ, ഈ നമ്മൾ ഈ വിശ്വാസത്തിൽ വന്ന് രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, അഭിഷേകമൊക്കെ പ്രാപിച്ചു, ചർച്ചയിൽ പോകുന്നുണ്ട്, നമ്മൾ ഒത്തിരി സൂമീറ്റിങ്ങൾ നടത്തുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, കേറുന്നുണ്ട്, പ്രസംഗങ്ങൾ കേൾക്കുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുകയും കേൾക്കുകയും നമ്മൾ ഓരോ ദിവസം പറഞ്ഞ ആത്മീകത്തിൽ വണ്ണം വെച്ചുകൊണ്ടിരിക്കുക. കാരണം നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ജീവിതത്തിൽ ഒന്ന് നോക്കിയാൽ ഒരു ദിവസം എത്ര പ്രസംഗം കേൾക്കുന്നുണ്ടെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഈ കോവിഡിന് മുമ്പുള്ള കാലഘട്ടത്തിലെ പ്രസംഗം കേൾപ്പാൽ എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഗൾഫിലുള്ളവർക്കൊക്കെ വെള്ളിയാഴ്ച ഒരു ആരാധന അല്ലെ, ഞങ്ങള് നാട്ടിലുള്ളവർക്കാണെങ്കിൽ സൺഡേ സങ്കീർത്തനം, പിന്നെ ഒരു പ്രബോധനം, പിന്നെ ഗസ്റ്റ് പാസ്റ്റർ ഉണ്ടെങ്കിൽ ഒരു പ്രസംഗം. ഇപ്പൊ 3 പ്രസംഗം ആരാധനയിൽ. പിന്നെ ബുധനാഴ്ച വൈകിട്ട് കുടുംബ പ്രാർത്ഥന ഉണ്ടെങ്കിൽ ഒരു പ്രസംഗം 4, വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് ഒരു പ്രസംഗം 5, ശനിയാഴ്ച വൈകിട്ട് ഒരു മീറ്റിംഗ് 6. അപ്പൊ കുറഞ്ഞതാ ഞാൻ പറഞ്ഞത്, കുറഞ്ഞത്. പിന്നെ ഇട മീറ്റിംഗിൽ എവിടെയെങ്കിലും വേറെ കൂടുന്നുണ്ട് 7 മെസ്സേജ്. അപ്പം 4 ആഴ്ച ഉണ്ടെങ്കിൽ 4 × 7 എത്ര പ്രസംഗം കേൾക്കുന്നുണ്ട്? നിങ്ങളൊന്ന് കൂട്ടി നോക്കിക്കേ അല്ലെ. ഇത്രയും പ്രസംഗം. കോവിഡ് കഴിഞ്ഞപ്പം ഇത് കുറച്ചുകൂടെ ഇരട്ടിച്ചു. ഒരു ദിവസം 7 പ്രസംഗം കേൾക്കുന്നവരുണ്ട്. കാരണം മിക്ക ആന്റിമാരും യൂട്യൂബ് ഓൺ ചെയ്ത് കുക്ക് ചെയ്യുന്നു. കറിക്കരിയാൻ നേരത്ത് കേൾക്കുന്നു അല്ലെ, തുണി മടക്കാൻ നേരത്ത് കേൾക്കുന്നു, എല്ലാം കേൾക്കുക. അപ്പൊ ഞാനൊരു ദിവസം പലപ്പോഴും എനിക്ക് വചനം പണ്ടൊക്കെ കേൾക്കാൻ ഇഷ്ടം, ഞാൻ ഇങ്ങനെ കേൾക്കുമ്പോൾ ഒരു ദിവസം പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, അധികം കേൾക്കണ്ട, കേട്ടതൊന്ന് പ്രമാണിച്ചാൽ മതി എന്ന് പറഞ്ഞു. ശിക്ഷാവധി വരുമെന്ന് ഓർത്ത് എന്ത് ചെയ്യേണ്ടെന്നറിയോ? നമ്മൾ ഒത്തിരി കേട്ട് 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 പോകാനിരിക്കരുത്. കേട്ടതിനൊക്കെ കണക്ക് ചോദിക്കും ദൈവം. ഇതൊക്കെ കേട്ടിട്ട് ചെയ്ത് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പറയുക, മെസ്സേജ് കേൾക്കാൻ ഈ സൂം ഓൺ ആക്കി ഇരിക്കുന്നുണ്ടെങ്കിൽ, കർത്താവേ ഈ കേട്ട വചനം ഒന്ന് പ്രമാണിക്കാൻ എനിക്ക് കൃപ തരണേന്നാ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കേണ്ടത്. ഹല്ലേലൂയ. അത് കേൾക്കുന്നത് അനുസരിച്ചില്ലെങ്കിൽ അധികം ശിക്ഷാവിധി നമുക്ക് വരും. 2, നിങ്ങളെ തന്നെ ചതിക്കുന്നവരായിത്തീരും. നമുക്ക് തന്നെ നമ്മളെ ചതിക്കാൻ പറ്റും. എങ്ങനെയാ? മറ്റാരും ചതിച്ചില്ലേ നമ്മൾ നമ്മളെ ചതിക്കുക. എങ്ങനെ ചതിക്കുന്നത്? സ്വർഗത്തിൽ പോകും അല്ലെങ്കിൽ കർത്താവിന്റെ വരവിൽ പോകുമെന്ന് പറഞ്ഞ് ഇറങ്ങി തിരിച്ചിട്ട് കേൾക്കുന്ന വചനം ഒന്നും അനുസരിക്കുന്നില്ല, കേൾക്കുന്നുണ്ട്, തലയാട്ടുന്നുണ്ട്, ആമേൻ പറയുന്നുണ്ട്, എല്ലാം പറഞ്ഞിട്ട് അത് പ്രമാണിക്കാതെ ഇരുന്നാൽ ദൈവം പറയുക, ദൈവം അല്ല പിടിച്ച് ഇങ്ങനെ തൂക്കിയെടുത്ത് നരകത്തിലോട്ട് ഇടുന്നത്. കർത്താവ് പറയാ, നീ നിന്നെ തന്നെ എങ്ങോട്ട് വിടുകയാ? നരകത്തിലോട്ട് വിടുകയാ. കാരണം കേൾക്കുന്ന വചനം നമ്മൾ അത് പ്രമാണിക്കാതെ വരുമ്പോൾ നമ്മൾ അധികം പാപം ചെയ്യുക. ഏത് പാപമോ, ചിലപ്പോൾ മറ്റുള്ളവരുടെ മുമ്പിൽ, മനുഷ്യരുടെ മുമ്പിൽ നമ്മൾ മറ്റുള്ളവർ ചെയ്യുന്ന പാപം ഒന്നും ചെയ്യുന്നില്ലെങ്കിലും യഥാർത്ഥത്തിൽ ദൈവവചനത്തെ പ്രമാണിക്കാത്തവൻ ദൈവവുമായിട്ട് ഒരു ബന്ധവും ഇല്ലെന്ന് പറയും. പിന്നെ ആരുമായിട്ടാ ബന്ധമെന്ന് സ്വയം ചിന്തിക്കുക കേട്ടോ. അതുകൊണ്ട് ഇന്നത്തെ ഈ വചനം കർത്താവ് പറയുക, അന്തർഭാഗത്തിലെ സത്യമല്ലോ ഞാൻ ഇച്ഛിക്കുന്നത്. ഞാൻ എവിടെയും മെസ്സേജ് പറയുമ്പോൾ പറയുന്ന ഒരു കാര്യം, ഈ വചനം ഞാൻ പറയുന്നുണ്ടെങ്കിൽ എന്നെ ആദ്യം തിരുത്തി, എന്നെ ആദ്യം പണിതിട്ടാണ് ഞാൻ ആ വചനവുമായി ഏത് മീറ്റിംഗിലും ആദ്യം വരത്തുള്ളൂ. അപ്പോൾ ഞാൻ ഈ വചനം ആദ്യം നിങ്ങളോട് ഷെയർ ചെയ്യുന്നപ്പോൾ നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കണം, ഈ അന്തർഭാഗത്തിലെ സത്യം ദൈവം ഇച്ഛിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടായിരിക്കും സത്യം ആ ദൈവത്തിന് ഇഷ്ടമെന്ന് പറയാൻ കാരണം? അപ്പോൾ സത്യമല്ലാത്തത് ചിലത് നമ്മുടെ ഹൃദയത്തിൽ കിടക്കുന്നത് കൊണ്ടാണ് ദൈവം പറഞ്ഞത് അന്തർഭാഗത്തിലെ സത്യമാണ് ഞാൻ ഇച്ഛിക്കുന്നത്. അതായത് ചുരുക്കി പറഞ്ഞ പെട്ടെന്ന് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയെ പറയാം. നമ്മുടെ ജീവിതത്തിൽ ഇപ്പൊ നിങ്ങൾ ഈ സൂം മീറ്റിംഗിൽ ഇരിക്കുന്നു. സൂം മീറ്റിംഗിൽ ഇരിക്കുമ്പോൾ സൂം മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നു, ഞാൻ പ്രസംഗിക്കുന്നു, നിങ്ങളെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നു. ദൈവം നോക്കുന്നത് ഇതിന്റെ പിന്നിലെ സത്യം, അതായത് ഒറ്റ വാക്കി പറഞ്ഞ ഇന്റൻഷൻ. ഇതൊക്കെ ചെയ്യുന്നതിന്റെ പിന്നിൽ ഉദ്ദേശമാ ദൈവം നോക്കും. ഇപ്പൊ ഞാൻ പ്രസംഗിക്കുന്നു, മാനുഷികമായ രീതിയിൽ ഞാൻ പറയാ, നമ്മളെല്ലാം നമ്മൾ മാനുഷികമായ രീതി, സാധാ എല്ലാ മനുഷ്യരും ചിന്തിക്കുന്ന പോലെ 2 ഉദ്ദേശം നമുക്ക് മാനുഷികമായി വരാം. എന്തിനു പ്രസംഗിക്കുന്നു ചോദിച്ചാൽ 2 ഉദ്ദേശമാണ്.
ഒന്ന്, മറ്റുള്ളവർ കേൾക്കണം മെസ്സേജ്. രണ്ട്, നമ്മൾ ലോകപരമായുള്ള രീതിയിലാണ് ഞാൻ പറയുന്നത്, ആത്മീക മണ്ഡലമല്ല ഞാൻ പറയുന്ന. ഒരു പ്രസംഗം നമ്മൾ കേൾക്കുമ്പോൾ ലോകപരമായ രീതിയിൽ നമ്മൾ ചിന്തിക്കുന്നത് എന്റെ പ്രസംഗം എല്ലാവരും കേൾക്കണം. രണ്ട്, എന്റെ പ്രസംഗം കേട്ട് എല്ലാവരും നല്ലതാണെന്ന് പറയണം. മൂന്ന്, എല്ലാ പ്രാസംഗികരെ പോലെ നമ്മൾ ചിന്തിക്കും അടുത്ത മീറ്റിങ്ങിന് ക്ഷണനം കിട്ടണം. മനസ്സിലാവുന്നുണ്ടോ? അടുത്തൊരു സ്റ്റേജ് കിട്ടണം. ഇതെന്റെ ഇന്റൻഷൻ എന്താണെന്നുള്ളത് ഞാനതാ പറഞ്ഞു. ഞാനിപ്പോൾ സൂം ഓണാക്കി വീഡിയോ ഓണാക്കി നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ എന്റെ ഹൃദയത്തിന്റെ ഇന്റൻഷൻ ആ ദൈവം നോക്കുന്നത്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഞാൻ പറയുന്നത്. അപ്പൊ നിങ്ങൾ ഓരോരുത്തരും ഈ സൂമിന്റെ വീഡിയോ ഓണാക്കി എന്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ ദൈവം ഹൃദയത്തെ നോക്കിയിട്ട് ചോദിക്കുക, ഇന്ന് ഈ മീറ്റിംഗിൽ ഇരിക്കാനുള്ള ഉദ്ദേശം എന്തായിരുന്നു, അല്ലെങ്കിൽ ഇന്റൻഷൻ എന്താ, ഇതിന്റെ പിൻപിലെ നിങ്ങൾ ചിന്തിക്കുന്ന ചിന്താഗതികൾ എന്താ. രണ്ട് മനോഭാവത്തിലിരിക്കാം. ഒന്ന്, സിസ്റ്റർ നമ്മൾ പറഞ്ഞില്ലേ, ഞാനൊക്കെ പറയും, ഞങ്ങളൊക്കെ വീട്ടില് ഞാൻ പറയട്ടെ, എന്റെ പപ്പ ഒരു പാസ്റ്ററാണ്. ഞാൻ പറയും ചില മീറ്റിങ്ങിലൊക്കെ മിക്ക സമയത്തും പോയിരുന്നത് പപ്പാടെ നിർബന്ധത്തിന്, അല്ലാതെ പ്രാർത്ഥന ഇഷ്ടപ്പെട്ടിട്ടോ ആരാധിക്കണോ എന്നുള്ള ആഗ്രഹം കൊണ്ടൊന്നുമില്ല. കൂടുതൽ പോയിരുന്നത് പപ്പായെ പേടിച്ച, പപ്പായോടുള്ള ബഹുമാനത്തിലും വഴക്ക് കേൾക്കാതിരിക്കാനാണ് പ്രാർത്ഥനയ്ക്ക് പോയിരുന്നത്. അപ്പൊ ഞാൻ പറയുന്നത്, ദൈവം ഹൃദയത്തിലേക്ക് നോക്കുമ്പോൾ പ്രാർത്ഥനയിൽ അക്സയുണ്ട്, കൈയടിക്കുന്നുണ്ട്, പാട്ട് പാടുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ കർത്താവിന് ഓൾറെഡി അറിയാം ഞാൻ അവിടെ ഇരിക്കുന്നത് മനസ്സില്ലാ മനസ്സോടെയാ, ആരുടെയോ നിർബന്ധത്തിന് ഞാൻ വന്നിരിക്കും. അപ്പൊ ദൈവം നോക്കുക, കർത്താവ് നോക്കുക, അന്തരംഗത്തിൽ സത്യം ഇച്ഛിക്കുന്ന ദൈവം പറയുമ്പോളെ ആ ഇരിപ്പിനകത്തൊരു സത്യമില്ല കേട്ടോ. ഞാൻ പറയുന്ന ദൂരം മനസ്സിലാവുന്നുണ്ടെന്ന് വിശ്വസിക്കുക. അപ്പം എല്ലാത്തിന്റെ പിൻപിലെയും ഉദ്ദേശം ദൈവം നോക്കുന്നത്, സത്യം ദൈവം നോക്കുകയാണ്. ഇവിടെ പറയാ, അന്തർഭാഗത്തിലെ സത്യമല്ലോ നീ ഇച്ഛിക്കുന്നത്, അന്തരംഗത്തിൽ എന്നെ ജ്ഞാനം ഗ്രഹിപ്പിക്കണം. അപ്പൊ ദാവീദാ പറയുന്നത്, ദാവീദ് പറയുക, സത്യം ഇച്ഛിക്കുന്ന ദൈവമേ എന്റെ ഹൃദയത്തിൽ ഇപ്പൊ സത്യമില്ല. ഈ സങ്കീർത്തനം എഴുതുമ്പോൾ ദാവീദിന്റെ സന്ദർഭം അറിയാലോ, വലിയൊരു പാപം ചെയ്തിട്ട് വന്നിരിക്കുക ആള്, ഒരു പാപത്തിൽ വീണ് കിടന്ന് നമ്മൾ പറഞ്ഞു ഉരുണ്ട് കളിക്കുക. അപ്പോൾ ആ ദൈവം നാഥാൻ പ്രവാചകനെ വിട്ടിട്ട് പറയുക, മോനെ നിന്റെ ഹൃദയത്തിൽ സത്യമുണ്ടെന്ന് നീ ചിന്തിക്കുന്നു, എന്നാൽ നിന്റെ ഹൃദയത്തിൽ സത്യമില്ല. നീ പുറമേ സത്യമുള്ളവനായി നടക്കുമ്പോൾ അകത്ത് സത്യമില്ലാത്ത പ്രവൃത്തി ചെയ്തിട്ട് അതിനെ എന്തൊക്കെയോ കൊണ്ട് മറയ്ക്കുകയാണ്. അപ്പൊ ദൈവാത്മാവ് ശക്തമായിട്ട് ദാവീദിനോട് നാഥാൻ പ്രവാചകനെ കൂടെ ഇടപെടുക, സത്യത്തെ ഇച്ഛിക്കുന്ന ഞാൻ നിന്റെ ജീവിതത്തിൽ നോക്കുമ്പോൾ നിനക്ക് സത്യമില്ല, നീ കാണിക്കുന്ന കള്ളത്തരമാണ് അല്ലേ. എന്തോ കള്ളത്തരം പറഞ്ഞ അല്ലേ ആ ഭൃത്യനെ കൊന്നു കളഞ്ഞത് അല്ലേ, ആ ഭാര്യയെ തട്ടിയെടുക്കാൻ വേണ്ടി ചെയ്തത് ഓരോന്നും നോക്കിയാൽ അകത്ത് പ്ലാൻഡ് മർഡറാ. പുറമെ നോക്കിയാൽ അതൊരു കൊലപാതകം ആണെന്ന് നമുക്ക് തോന്നത്തില്ല, യുദ്ധത്തിൽ എങ്ങനെയോ മരിച്ചെന്നേ തോന്നത്തുള്ളൂ. എന്നാൽ ദാവീദേ, എത്രയോ ദിവസത്തിന് മുമ്പ് നിന്റെ ഹൃദയത്തിൽ ആ സ്ത്രീയെ മോഹിച്ച നിമിഷത്തിൽ തന്നെ അവളുടെ ഹസ്ബൻഡിനെ നീ ഹൃദയത്തിൽ കൊന്നു. ഒരു കൊലപാതകവും പുറത്ത് ചെയ്ത് കഴിഞ്ഞല്ല കൊലപാതകമാകുന്നത്. മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ പറയുന്നു, ഹൃദയത്തിനകത്തുള്ള കുറെ കാര്യങ്ങൾ യേശു ഇവിടെ വിളിച്ചു പറയുന്നുണ്ട്. നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് പുറത്തു വരുന്നത് നിങ്ങളെ അശുദ്ധമാക്കുന്നത്. ഈ വചനമൊക്കെ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി എന്തുകൊണ്ട് ദൈവം സത്യം ഇച്ഛിക്കുന്നത് എഴുതിയെന്ന് ചോദിച്ചാൽ, ഹൃദയത്തിനകത്ത് മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ ദൈവത്തിന്റെ വചനത്തിൽ ഇങ്ങനെ പറയുന്ന ഒരു വാക്യം ഞാൻ പെട്ടെന്ന് നിങ്ങളിത് വായിച്ചു കേൾക്കും. മർക്കോസ് 7:20-21 അവിടെ പറയാം, മനുഷ്യരിൽ നിന്ന് പുറപ്പെടുന്നത് അത്രയും മനുഷ്യൻ അശുദ്ധനാക്കുന്നു. അകത്തു നിന്ന് മനുഷ്യരുടെ ഹൃദയത്തിൽ നിന്ന് തന്നെ എന്തൊക്കെയാ, ദുശ്ചിന്ത, വ്യഭിചാരം, പരസംഗം, കൊലപാതകം. അപ്പൊ ഞാൻ ഹൃദയത്തിൽ എങ്ങനെയാ കൊലപാതകം നടക്കുന്നതെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ഹൃദയത്തിൽ കൊലപാതകം എങ്ങനെയാ, ഹൃദയത്തിൽ കൊലപാതകം നടക്കുന്നേ? ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും ചിലപ്പോൾ പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന എന്ന് പറഞ്ഞൊരു നിങ്ങളൊക്കെ കടന്നുപോയൊരു ടെസ്റ്റ് അല്ലെങ്കിൽ ഒരു അനുഭവം ഞാൻ നിങ്ങളോടൊന്ന് പറയാം അല്ലേ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് ചിലരോട് ദേഷ്യം തോന്നും, ഇല്ലെന്ന് പറയാൻ പറ്റും. ദേഷ്യം ഇല്ലാത്തവരാരും ഇതിനകത്തില്ല അല്ലെ. മറ്റുള്ളവരോട് ഇഷ്ടക്കേട് തോന്നാത്തവരാരും ഇതിനകത്തില്ല. എല്ലാവർക്കും ഉണ്ട്. മനുഷ്യ ലോകത്ത് ജീവിക്കുമ്പോൾ നമ്മൾക്ക് ഇഷ്ടപ്പെടാത്ത ചെയ്യുന്ന എല്ലാവരോടും നമുക്ക് ദേഷ്യം തോന്നാം. ഈ ദേഷ്യം തോന്നുന്നത് നോർമലാ, ദേഷ്യം വരുന്നത് നോർമലാ. പക്ഷെ എപ്പോഴത് കൊലപാതകമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അയ്യോ സിസ്റ്റർ ഞാൻ ആരെയും കൊന്നിട്ടില്ലെന്ന് ചിന്തിക്കുമ്പോൾ ദൈവാത്മാവ് പറയാ, ഹൃദയത്തിൽ നമുക്ക് പലരെ കൊല്ലാം. എങ്ങനെയാ? ഹൃദയത്തിൽ ആഗ്രഹിക്കുക ആ വ്യക്തിയുടെ മരണം. ആ വ്യക്തി ഇല്ലായിരുന്നെങ്കിൽ, എന്റെ ജീവിതത്തിൽ അങ്ങനെ വ്യക്തി ഇല്ലായിരുന്നെങ്കിൽ നന്നായിരുന്നു. ദൈവം പറയുക, മോനെ ഹൃദയത്തിൽ ഓൾറെഡി ആ വ്യക്തിയെ നീ കൊന്നു കളഞ്ഞു. മനസ്സിലാവുന്നുണ്ടോ? എത്ര വട്ടം കൊന്നെന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചാൽ പലരെയും നമ്മുടെ ഹൃദയത്തിൽ ചിലപ്പോൾ നമ്മൾ കൊന്നിട്ടുണ്ടാവാം. അത് സ്വന്തം രക്തബന്ധങ്ങളാവാം, സഭയിലുള്ളവരായിരിക്കാം, ചുറ്റുപാടിലുള്ളവരായിരിക്കാം. കൊലപാതകം നടക്കുന്നത് ഹൃദയത്തിലാണ്. വ്യഭിചാരം അതുപോലെ തന്നെ, മോഷണം, പിന്നെ ഓരോ വാക്കുകൾ, അത്യാഗ്രഹം അല്ലെ,
പലതും പറഞ്ഞിട്ടുണ്ട്. അഹങ്കാരം, മൂഢത എന്നിവ പുറപ്പെടുന്നു. ഈ ദോഷങ്ങളെല്ലാം അകത്തു നിന്ന് പുറപ്പെട്ട് മനുഷ്യനെ അശുദ്ധനാകുന്നു. അപ്പൊ നോക്കിയേ, അന്തർഭാഗത്തിലെ സത്യം ഇച്ഛിക്കുന്ന ദൈവം ഒരാളുടെ അന്തരംഗത്തിലോട്ട് നോക്കുകയാണ്. ഹൃദയത്തിലേക്ക് നോക്കുമ്പോൾ ആണ്ടിരിക്കുന്നു കുലപാതകം, ദുശ്ചിന്ത, എന്തൊക്കെയാന്ന് നോക്കി അവിടെ എഴുതിയിരിക്കുന്നത്. ഇതൊക്കെ വായിക്കാൻ നമ്മൾ ഓർക്കും ഇതൊന്നും നമുക്കില്ലെന്ന് നമ്മൾ ചിന്തിക്കും. ഞാൻ കുറെ നാൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്ന വ്യക്തി, അയ്യോ ഞാൻ ഭയങ്കര വിശുദ്ധ, എന്റെ ഉള്ളിൽ ഇതൊന്നും ഇല്ല. പക്ഷെ പരിശുദ്ധാത്മാവ് ഒരു ദിവസം എന്നെ കാണിച്ചു തന്നിട്ട് പറയും, മോളെ ഇതൊക്കെ നമ്മൾ പറഞ്ഞു മാസ്റ്റേഴ്സ് എടുത്തിരിക്കുവാണ്. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ പറഞ്ഞില്ല PhD എടുത്തിരിക്കും, അസൂയക്കും കഷണ്ടിക്കും മരുന്നില്ലെന്നൊക്കെ പറഞ്ഞിട്ട് പറയും, അയ്യോ ആ പുള്ളിക്കാരി അയ്യോ അസൂയക്ക് PhD എടുത്താന്നൊക്കെ നമ്മൾ പറയത്തില്ലേ. ഇതുപോലെ ഹല്ലേലൂയ, ഞാനും കുറെ നാള് ഇങ്ങനെയൊക്കെ ചിന്തിച്ചിരുന്നതാ, ഞാൻ പെർഫെക്റ്റാ, ഞാൻ നല്ലൊരു കൊച്ചാണ് എന്നൊക്കെ ചിന്തിച്ചപ്പോ ഒരു ദിവസം പരിശുദ്ധാത്മാവ് ഈ വചനം എന്നെ പഠിപ്പിച്ചിട്ട് പറയും, മോളെ ഞാൻ എന്റെ കണ്ണുകൊണ്ട് നിന്റെ അന്തരംഗത്തിൽ നോക്കുമ്പോ നീ പാട്ട് പാടുന്നത് മറ്റുള്ളവരെ കാണിക്കാനാ, നീ അല്ലെങ്കിൽ ചർച്ച വന്നിരിക്കുന്നത് മറ്റുള്ളവരുടെ മുമ്പിൽ ഹാജര് കിട്ടാൻ വേണ്ടിയാ, പാസ്റ്ററുടെ മോള് നല്ല മോളാന്ന് പറയിക്കാനാ നീ ഇതൊക്കെ ചെയ്യുന്നത്. പക്ഷെ അന്തരംഗത്തിലെ സത്യം ഇച്ഛിക്കുന്ന ദൈവം ഹൃദയത്തെ നോക്കിയിട്ട് പറയണം, നീ ഇന്ന് ആരാധനയ്ക്ക് ഇരുന്നത് എന്നെ പ്രസാദിപ്പിക്കാനാണ്. ഹല്ലേലൂയ. ഞാൻ പലപ്പോഴും ഈ വചനത്തിന്റെ ആഴങ്ങൾ വീണ്ടും വീണ്ടും വായിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് എന്നോട് സംസാരിക്കാറുണ്ട്. പലപ്പോഴും ഞാൻ ചെയ്യുന്ന പല കാര്യങ്ങളും കർത്താവ് എന്നെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയുക, ഇതിന്റെ പിൻപിൽ ഉദ്ദേശമാ ഞാൻ നോക്കുന്നത്. മനസ്സിലാന്ന് വിശ്വസിക്കുന്നു. അന്തരംഗത്തിലെ സത്യം, ഏത് കാര്യത്തിന്റെ പിൻപിലെയും സത്യം, നമ്മുടെ മനോഭാവത്തിലെ സത്യം, നമ്മുടെ റിലേഷൻഷിപ്സിലെ സത്യം. അപ്പം ദാവീദ് പറയുക, ദൈവമേ ഞാന് ഇത്രയും നാളും വിചാരിച്ച ഞാൻ സത്യമാ, ഞാൻ ഹൃദയപ്രകാരം നടക്കുന്ന മനുഷ്യനാ ഞാൻ ചിന്തിച്ചത്. ദൈവം പറയാം, അതെ നീ ഹൃദയപ്രകാരം നടക്കുന്ന മനുഷ്യനാവാൻ കാരണം എന്നറിയോ, നിന്റെ ഒരു പാവം ഉണ്ടെന്ന് ആരെങ്കിലും വിളിച്ചു പറഞ്ഞാൽ നീ അത് ഏറ്റെടുത്ത് ക്ഷമ പറഞ്ഞ് അല്ലെങ്കിൽ നീ എന്ത് ചെയ്യും, മാനസാന്തരപ്പെടും. ലംഘനങ്ങളെ മറച്ചു വെക്കത്തില്ല, ഏറ്റു പറഞ്ഞു ഉപേക്ഷിക്കും ദാവീദ്. ഇന്ന് ചിലരോട് പരിശുദ്ധാത്മാ പറയാ, ഇന്ന് ദൈവം എന്നെ ഏൽപ്പിച്ച ദൂത് ഞാൻ പറയുമ്പോൾ അത് അക്സസ് അല്ല പറയുന്നത്, എനിക്ക് ഇവിടെ ഇരിക്കുന്ന ആരെയും അറിയത്തില്ല, ദൈവത്തിന് നിങ്ങളെ ഓരോരുത്തരെയും അറിയാം, നിങ്ങളുടെ അന്തരംഗം അറിയാം. അന്തരംഗം അറിയാമെന്ന് പരിശുദ്ധാത്മാ പറയുക. ചില ജീവിതത്തിന്റെ ചില മേഖലകളിൽ ഒരു ക്രമീകരണം ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ആ ക്രമീകരണത്തിലേക്ക് മടങ്ങി വരണം. ഹല്ലേലൂയ. മാനസാന്തരപ്പെടേണ്ട മേഖലയിൽ മാനസാന്തരപ്പെടണം. അങ്ങനെ മാനസാന്തരപ്പെട്ടാലുള്ള ഗുണം ദൈവം പറയുക, ദാവീദിനെ കുറിച്ച് പറഞ്ഞാൽ എന്റെ ഹൃദയപ്രകാരം നടന്ന മനുഷ്യനായി ദൈവത്തിന്റെ കൂടെ ജീവിക്കാം. രണ്ടാമത്തെ വിഷയം, നമ്മൾക്ക് മുടങ്ങിക്കിടക്കുന്ന അല്ലെങ്കിൽ തടസ്സപ്പെട്ട് കിടക്കുന്ന വിഷയങ്ങളുടെ മേൽ മറുപടി നമുക്ക് ലഭിക്കാനിടയായിരിക്കും. ഈ അന്തർഭാഗത്തിൽ സത്യം ഇല്ലെങ്കിൽ നമ്മുടെ മറുപടികൾ വൈകും. എവിടെ സിസ്റ്റർ എഴുതിയേക്കുന്നേ? ഞാനൊരു വചനം വായിക്കാം, നിങ്ങൾക്കൊക്കെ അറിയാവുന്ന വചന, യെശയ്യാ 59 അധ്യായം. നിങ്ങളുടെയൊക്കെ ബൈബിൾ ഇപ്പൊ തുറക്കുമ്പോ അതിന്റെ ആദ്യത്തെ വാക്യത്തിൽ അണ്ടർലൈൻ ഉറപ്പായിട്ടും കാണും. പ്രാർത്ഥിക്കുമ്പോൾ ഈ വാക്യം ഉറപ്പായിട്ട് ഉരവിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട്. എല്ലാവരുടെയും ബൈബിളിൽ ആദ്യത്തെ വാക്യത്തിന്റെ അടിയിൽ എന്ത് കാണും? അണ്ടർലൈൻ കാണും. ഏതാ ആ വാക്യം? രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ വണ്ണം അവന്റെ ചെവി മന്ദമായിട്ടില്ല. ഇത് നമുക്ക് ഇഷ്ടമുള്ള വാക്യമാണ്, അതിന്റെ അടിയിൽ അണ്ടർലൈൻ കാണും. പക്ഷെ ശരിക്കും അണ്ടർലൈൻ ഇടേണ്ടത് അടുത്ത വാക്യത്തിനാണ്. എന്തുവാ? നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിക്കുന്നത്, നിങ്ങളുടെ പാപങ്ങൾ അത്രേ അവൻ കേൾക്കാതെ വണ്ണം അവന്റെ മുഖത്തെ നിങ്ങൾക്ക് മറയ്ക്കുമാറാക്കിയത്. അതായത് ദൈവത്തിന് ചിലത് എനിക്ക് ചെയ്തു തരണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ചിലത് ജീവിതത്തിൽ നിന്ന് മാറ്റാത്തിടത്തോളം ദൈവം പറയും എനിക്ക് പ്രവർത്തിക്കാൻ പറ്റത്തില്ല. ഞാനൊരു ഉദാഹരണം പറയും, ഇത് എങ്ങനെ എന്നെ ദൈവം പഠിപ്പിച്ചത് പറയട്ടെ. ഈ വാക്യം ഞാൻ പറഞ്ഞില്ല, ഓരോ വാക്യത്തിന്റെ മുമ്പിൽ ഒരു അനുഭവം ഉണ്ട് കേട്ടോ. എന്റെ ജീവിതത്തിൽ എന്നെ കൂടുതൽ ദൈവവചനത്തിന്റെ മർമ്മങ്ങൾ പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുന്ന എന്റെ മക്കളിൽ കൂടെയാണ്. എനിക്ക് 3 കുഞ്ഞുങ്ങളെ ദൈവം ദാനമായിട്ട് തന്നിട്ടുണ്ട്. മൂത്തയാൾക്ക് 7 വയസ്സ് മോള്, രണ്ടാമത്തെ മോൻ 5 വയസ്സ്, ഇളയാൾക്ക് 1 വയസ്സ്. അപ്പം ഒരു ദിവസം എന്റെ രണ്ടാമത്തെ കുഞ്ഞ്, അന്ന് അവന് 4 വയസ്സ്, പുറത്ത് കളിച്ചുകൊണ്ടിരിക്കുക. പുറത്ത് കളിച്ച് സൈക്കിളൊക്കെ ഓടിച്ച് മണ്ണിനകത്തൊക്കെ കളിച്ച് ഓടി വന്നിട്ട് എന്നോട് പറയും, മമ്മ എനിക്ക് വിശക്കുന്നു. ഞാൻ പറഞ്ഞു വിശക്കുന്നോ? ഓക്കെ. പെട്ടെന്ന് എന്തോ പുള്ളിക്ക് ആപ്പിൾ ഭയങ്കര ഇഷ്ടം. ഞാൻ പറഞ്ഞു പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന ആപ്പിളാ. ഞാൻ പറഞ്ഞു ആപ്പിൾ കട്ട് ചെയ്ത് തരാം. പുള്ളി വീണ്ടും പുറത്ത് പോയി. ഞാൻ പെട്ടെന്ന് ആപ്പിൾ കഴുകി, നല്ല വൃത്തിക്ക് ആപ്പിൾ കഴുകി നല്ല വൃത്തിക്ക് അത് കട്ട് ചെയ്ത് അവന് ഇഷ്ടമുള്ള രീതി കട്ട് ചെയ്ത് ഒരു പാത്രത്തിനകത്ത് വെച്ച് റെഡിയാക്കി വെച്ചേക്കാം. ആൾ ഓടി വന്ന്, വിശപ്പ് കാരണം ഓടി വന്ന് ഈ പ്ലേറ്റിനകത്തോട്ട് കൈ ഇടാൻ വന്നപ്പോ ഞാൻ പറഞ്ഞു ആപ്പിള് തരാം, ആദ്യം പോയി കൈ കഴുകിയിട്ട് വരാൻ പറഞ്ഞു. അപ്പൊ മോൻ പറയാ കൈ കഴുകാൻ പറ്റത്തില്ല, എനിക്ക് വിശപ്പ് മമ്മി, വിശപ്പ് കാരണം എനിക്ക് ഇപ്പൊ കഴിക്കണം. ഞാൻ പറഞ്ഞു മോനെ ഭക്ഷണം തരാം. അമ്മ തരത്തില്ലെന്നല്ല പറഞ്ഞു, നോക്കിക്കേ നിന്റെ ഭക്ഷണം ഇവിടെ റെഡിയാ, ആപ്പിള് കഴുകി നിനക്ക് ഇഷ്ടമുള്ള പോലെ അത് അരിഞ്ഞ് നല്ല പാത്രത്തിൽ വെച്ചേക്കുക, പെട്ടെന്ന് നിനക്ക് കഴിക്കാം. അപ്പൊ കുഞ്ഞു പറയാ എനിക്ക് കൈ കഴുകാൻ പറ്റത്തില്ല, ഇനി ഞാൻ ബാത്റൂമിൽ പോണം അല്ലേ,
കഷ്ടപ്പാടല്ലേ എന്നോർത്ത് ഇത്ര നേരം കളിച്ചതിനേക്കാൾ കഷ്ടപ്പാടാ ബാത്റൂമിൽ പോയി കൈ എഴുകുന്നത്. ഞാൻ പറഞ്ഞു മോനെ കൈ എഴുകണം, കൈ എഴുകാതെ മമ്മ തരത്തില്ല, മമ്മ വായി വെച്ച് തരട്ടെ, വേണ്ട ഞാൻ തന്നെ കഴിക്കും. മത്സരം അവിടെ നിന്ന് ഇങ്ങനെ മല്ല് പിടിച്ച് പിന്നെയും ഞാൻ പറഞ്ഞപ്പോ ഞാൻ മോനെ കൈ എഴുകണം, സമ്മതിക്കുന്നില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യും, വലിച്ചുകൊണ്ട് പോയി ബാത്റൂമിൽ കൊണ്ട് കൈ എഴുതിക്കുമ്പോ ആളെന്ത് ചെയ്തു, ടാപ്പ് തുറന്നു വെള്ളം വരിക, കൈ അങ്ങോട്ട് ഇട്ടിട്ട് പെട്ടെന്ന് എടുത്തിട്ട് പറയാം കൈ എഴുതിയത്. ഞാൻ പറഞ്ഞ ആ കൈ എഴുക്ക് പറ്റത്തില്ല, കൈ വൃത്തിക്ക് കഴുകണം. എന്ന് വെച്ചാൽ നഖത്തിന്റെ ഇടയിലും അവിടെയൊക്കെ മണ്ണിരിപ്പുണ്ട്, ഇത് ശരിയായി കഴുകിയില്ലെങ്കിൽ അത് ദോഷം വരും, അതുകൊണ്ട് നീ കൈ എഴുകണം, ഇങ്ങനെ കൈ എഴുകണം എന്ന് ഞാൻ പറഞ്ഞിട്ട് ഞാൻ ആ മോനെ കൊണ്ട് കൈ എഴുതിക്കുക. മോനെ കൈ എഴുതിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ മോൻ എന്നോട് ചോദിക്കും ഇത്രയും സോപ്പിട്ട് കഴുകണോ? ഞാൻ പറഞ്ഞ സോപ്പിട്ട് കഴുകണം. സോപ്പിട്ട് കഴുകിച്ച് കൊണ്ട് പ്ലേറ്റില് ആപ്പിള് കൊടുത്തപ്പോഴത്തേന് ആള് പറയാ എന്റെ വിശപ്പ് അങ്ങ് പോയെന്ന്. ഇത്രയും നേരം കഴിഞ്ഞപ്പോഴത്തേന് ആ സന്തോഷം അങ്ങ് പോയി. അപ്പൊ ഞാൻ പറഞ്ഞു സാരമില്ല, വിശപ്പുള്ളതുകൊണ്ട് കഴിക്കാൻ പറ്റും. അപ്പൊ ആള് പതുക്കെ ഇരുന്ന് കഴിക്കുക. ഈ കഴിച്ചുകൊണ്ടിരിക്കുന്ന മോനെ ഞാൻ നോക്കിയിട്ട് ഞാൻ ചോദിച്ചു, മോനെ നീ ആ പറഞ്ഞ് മല്ല് പിടിക്കാൻ വേണ്ടി എന്തോ ഇത്രമാത്രം ഉള്ളത്, നിനക്ക് പോയി അങ്ങ് കൈ കഴുകിയാ പോരെ? നീ കയ്യിലെ അഴുക്ക് കണ്ടതല്ലേ, മമ്മ കാണിച്ചു തന്നതല്ലേ, നീ അങ്ങ് കഴുകിയിരുന്നെങ്കിൽ എത്ര പെട്ടെന്ന് നിനക്ക് ഞാൻ അത് തരുമായിരുന്നു, ഞാൻ എല്ലാം റെഡിയാക്കി വെച്ചേക്കുമല്ലായിരുന്നോ? അത്രയും വൈകാനും വിശപ്പടങ്ങാനും കാരണം എന്നാ? നീയാ വൈകിച്ചത്. ഇത് ഞാൻ അങ്ങോട്ട് പറയുകയും പരിശുദ്ധാത്മാ പെട്ടെന്ന് എന്നെ ഓർപ്പിക്കുക. യെശയ്യാ 59 1 2 വാക്യങ്ങൾ. എന്നിട്ട് കർത്താവ് പറയുക, മോളെ ഞാൻ നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിന് മുമ്പേ നിങ്ങളുടെ ആവശ്യം ഇന്നതെന്ന് അപ്പനായ എനിക്കറിയാം. നിന്റെ ഉത്തരം എന്റെ കയ്യിൽ റെഡിയാ. പക്ഷെ അത് അങ്ങോട്ട് തരണമെങ്കിൽ ഞാൻ നോക്കുമ്പോൾ നിന്റെ കയ്യിൽ അത് പ്രാപിക്കാൻ തടസ്സമായത് ചിലത് കയ്യിലുണ്ട്. അത് നിന്റെ കയ്യിലോട്ട് ആ നന്മ തന്നാൽ, ഉദാഹരണം ഞാൻ പറയട്ടെ, ഞാൻ ആ കുഞ്ഞിന്റെ കൈ കഴുകണോ, കൈ കഴുകുന്നതിനെ തന്നെ ഇപ്പൊ അങ്ങോട്ട് കൊച്ചങ്ങോട്ട് കഴിച്ചാലെന്നാ എന്നോർത്ത് കഴിപ്പിച്ചാലുള്ള കുഴപ്പം ശരിയാ, വിശപ്പ് പെട്ടെന്ന് അങ്ങ് മാറും. പക്ഷെ ഒരു കുഴപ്പമുണ്ട്, വയറ്റിനകത്തോട്ട് ഈ ഭക്ഷണം ചെല്ലുന്ന കൂടെ കുറച്ച് അണുക്കളും കൂടെ ചെല്ലും. ആപ്പിൾ ഒന്നേ കഴിച്ചുള്ളൂ അല്ലേ, പിന്നെ 2-3 ദിവസത്തേക്കിന് പിന്നെ കുഞ്ഞി ചിലപ്പം അസുഖം പിടിച്ച് കിടക്കും. കാരണം എന്താ, അകത്തോട്ട് വന്ന മൊത്തം അഴുക്ക, മണ്ണ് ചെന്നിട്ടുണ്ട്, അതിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് അറിയത്തില്ല, ചിലപ്പോ അസുഖം വരാം. അപ്പൊ ദൈവാത്മാവ് എന്നോട് പറയുക, ചില നന്മകൾ ഞാൻ തടസ്സപ്പെടുത്തുന്നത്, തരാതിരിക്കുന്നത് ചില അകൃത്യങ്ങളുണ്ട്. ആ അകൃത്യം വെച്ചുകൊണ്ട് ആ നന്മ കയ്യിലോട്ട് തന്നാൽ ആ നന്മ തന്നതിന്റെ മഹത്വം എനിക്ക് ലഭിക്കത്തില്ല. മനസ്സിലാവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ചില നന്മ പ്രാപിക്കണമെങ്കിൽ അതിനുള്ളൊരു യോഗ്യത നമുക്ക് വേണം. കർത്താവ് തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടല്ലേ, നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പീൻ. ഇല്ല, എന്തിനത് പറയുന്നത്? ദൈവത്തിന്റെ ഇഷ്ടം എന്ന് പറയുന്നത് നമ്മുടെ ശുദ്ധീകരണം. എന്തിനാ ഈ ശുദ്ധീകരണത്തിന് ഇത്രയും പ്രാധാന്യം ബൈബിള് കൊടുത്തിരിക്കുന്നത്? ഇസ്രായേൽ ജനത്തെ നമ്മൾ നോക്കിയാൽ അവർ ഓരോ യുദ്ധത്തിന് പോകുന്നതിന് ഇപ്പുറം, പ്രത്യേകിച്ച് ഹായ് പട്ടണം പിടിച്ചെടുക്കാൻ പറ്റിയില്ല. എന്തുവാ ദൈവം യോശുവയെ വിളിച്ചു പറഞ്ഞത്? യോശുവേ, ഹായ് പട്ടണം നിന്റെ കൈ ഞാൻ തന്നതാ, എന്തേ പ്രാപിക്കാൻ പറ്റാത്ത വെച്ചപ്പോ പറയുക, കൂടെയുള്ള ഒരുത്തൻ പാപം ചെയ്തിട്ടുണ്ട്, ഞാൻ ചെയ്യരുതെന്ന് പറഞ്ഞത് ചെയ്തു. മനസ്സിലായെന്നുണ്ടെന്ന് വിശ്വസിക്കുകയാ. ചിലത് കൃത്യമല്ലാതെ ചെയ്തത് ചിലത് കയ്യിരിക്കുമ്പോ ദൈവം പറയാം ഹായ് പട്ടണം തരാൻ പറ്റത്തില്ല. എന്നാൽ അകൃത്യം ചെയ്തത് ക്രമീകരിച്ചിട്ട് വന്നപ്പോൾ ഹായ് പട്ടണത്തെ അവരുടെ കരങ്ങളിൽ ദൈവം കൊടുത്തു. പറഞ്ഞതിന്റെ അർത്ഥം, അയ്യോ ചെറുതല്ലേ, എരിഹോ പിടിച്ചടക്കാൻ ഞങ്ങൾക്ക് ഈസിയാന്ന് ചിലതൊക്കെ ചിന്തിക്കും. പക്ഷെ ഈസിയാന്ന് ചിന്തിച്ച് എല്ലാ കാര്യവും മുമ്പോട്ട് പോയപ്പോ ദാണ്ട് വരുന്ന ഒരു ബ്ലോക്ക്. ദൈവാത്മാ പറയാ, ചിലരോട് വഴി മുട്ടി നിൽക്കുന്ന ചിലരോട് പറയാം, അത് വെളിപ്പെടാൻ തടസ്സമായി ജീവിതത്തിൽ എന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അന്തർഭാഗത്തിലെ സത്യമല്ലോ നീ ഇച്ഛിക്കുന്നത് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, അകൃത്യം അകത്ത് കിടക്കുന്നതാ ദൈവം നോക്കുന്നത്. അകത്ത് ഇത് വെച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും, അകത്ത് പാപം വെച്ചുകൊണ്ട് പ്രസംഗിക്കാൻ പറ്റും, അകത്ത് പാപം വെച്ചുകൊണ്ട് നമുക്കൊരു വിശ്വാസിയായിട്ട് ജീവിക്കാൻ പറ്റും, ചർച്ചിൽ പോകാൻ പറ്റും. പക്ഷെ ദൈവാത്മാവ് നോക്കുമ്പോൾ കർത്താവ് ദുഃഖിക്കുക മാറിയിരുന്ന്, ഇന്നല്ലെങ്കിൽ നാളെ മാനസാന്തരപ്പെടുമെന്ന് ഓർത്ത്. അല്ലെങ്കിൽ അന്തർഭാഗത്തിലെ സത്യമല്ലോ നീ അന്തരംഗത്തിൽ എന്നെ ജ്ഞാനം ഗ്രഹിപ്പിക്കണം. ഇന്ന് ദൈവാത്മാവാ ജ്ഞാനം നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുക. ദൈവത്തിന് ചിലരെ വീണ്ടെടുക്കാൻ ആഗ്രഹമുണ്ട്. ദൈവത്തിന് ചിലരുടെ വിഷയങ്ങളുടെ മേൽ പെട്ടെന്ന് പ്രവർത്തിക്കാൻ ആഗ്രഹമുണ്ട്. ആ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവം പറയുക, മോനെ മോളെ, രക്ഷിപ്പാൻ കഴിയാത്തവൻ എന്റെ കൈ കുറുകി പോയിട്ടില്ല കേട്ടോ, കേൾക്കാൻ കഴിയാത്തവൻ എന്റെ ചെവി മന്ദമായിട്ടില്ല. പക്ഷെ നിന്നെയും എന്നെയും തമ്മിൽ അകറ്റുന്നത് ചിലത് നിന്റെ കയ്യിൽ ഉള്ളിടത്തോളം എനിക്ക് പ്രവർത്തിക്കാൻ പറ്റത്തില്ല. ഞാൻ എപ്പോഴും പ്രസംഗിക്കുമ്പോൾ പറയുന്ന ഒരു വാക്കാ, ബൈബിൾ അവസ്ഥയുടെ പുസ്തകമല്ല, വ്യവസ്ഥയുടെ പുസ്തകമാ. എത്ര പേർക്ക് അതും മനസ്സിലാകുന്നുണ്ട്? ഇന്ന് പലരുടെയും പ്രാർത്ഥന ദൈവത്തെ അവസ്ഥ പറഞ്ഞ് നമ്മൾ പറയത്തില്ലേ,
നമ്മുടെ അവസ്ഥകളൊക്കെ പറഞ്ഞ് കർത്താവിനെ ഇമോഷണലി ബ്ലാക്ക്മെയിൽ ചെയ്യാണ്. കർത്താവേ എന്റെ കടം അറിയാലോ, കർത്താവേ എന്റെ ശരീരത്തിന്റെ അവസ്ഥ അറിയാലോ, കർത്താവേ അങ്ങയ്ക്കറിയാലോ എന്റെ അവസ്ഥ. ദൈവത്തിന് അറിയാം. ദൈവത്തോട് നമ്മുടെ അവസ്ഥ നമ്മൾക്ക് പറയേണ്ട കാര്യമില്ല. പക്ഷെ ദൈവം തിരിച്ചൊരു ചോദ്യം ചോദിക്കുക, നീ വ്യവസ്ഥ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ ഉത്തരവുണ്ടോ? ഞാൻ ഇന്ന് ഈ വചനത്തിൽ പലപ്പോഴും ഇരുന്ന് ധ്യാനിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു വലിയ സത്യമുണ്ട് ബൈബിളിൽ. ആ സത്യം മറ്റൊന്നുമല്ല, ഈ വചനത്തിന്റെ ഉൽപ്പത്തി തൊട്ട് വെളിപ്പാട് വരെ നോക്കിയാൽ ദൈവം എല്ലാ വാക്തത്വങ്ങളും അനുഗ്രഹങ്ങളും പറയുന്നതിന് തൊട്ട് മുമ്പ്, അല്ലെങ്കിൽ വാക്തത്വം പറഞ്ഞിട്ട് അതിന്റെ താഴെ വ്യവസ്ഥ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ഞാൻ ഒരിടത്ത് ഒരു സഭയിൽ മെസ്സേജ് കൊടുക്കാൻ പോയപ്പോൾ ഞാൻ അവിടെ പറഞ്ഞൊരു വാക്കുണ്ട്, നമുക്കൊക്കെ എല്ലാ വിശ്വാസികളുടെയും ബൈബിളിൽ, ഞാൻ ഈ ബൈബിളിൽ മാർക്ക് ചെയ്ത് പറഞ്ഞൊന്നും തോന്നല്ലേ, ഞാൻ അങ്ങനത്തെ ഒരാളായിരുന്നു. അതുകൊണ്ട് കേട്ടോ, ഞാൻ അങ്ങനെ മാർക്ക് ചെയ്ത് നടന്ന വ്യക്തിയാണ്. അതുകൊണ്ടാണ് ഞാൻ എന്റെ അനുഭവത്തിൽ നിന്ന് കേട്ടോ പറയുന്നത് കേട്ടോ. യെശയ്യാ 58 അധ്യായത്തിനകത്ത് നിങ്ങളുടെയൊക്കെ ബൈബിളിൽ ഏറ്റവും കൂടുതൽ അടയാളപ്പെടുത്തി വെച്ച് കൈ വെച്ച് പ്രാർത്ഥിക്കുന്നവർ ഇതിനകത്ത് കാണും. ഏതൊക്കെ വാക്യങ്ങളാ ഞാൻ പറയാം, 2-3 വാക്യങ്ങൾ പറയാം. യഹോവ നിന്നെ എല്ലായ്പ്പോഴും നടത്തുകയും വരണ്ട നിലത്തിൽ നിന്റെ വിശപ്പടക്കി നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തുകയും ചെയ്യും. ഇല്ലേ? അടുത്ത വാക്യം, നിന്റെ സന്തതി പുരാതന ശൂന്യങ്ങളെ പണിയും. ഇതൊക്കെ അടയാളപ്പെടുത്തി ഇതിനകത്തുണ്ട്, ഇല്ലേ? പിന്നെ നീ എന്റെ വിശുദ്ധ ദിവസത്തിൽ നിന്റെ കാര്യാദികളെ നോക്കാതെ എന്നൊക്കെ പറഞ്ഞ് താഴോട്ട് വരിക. ഞാൻ നിന്റെ ദേശത്തിൽ ഉന്നതങ്ങളിൽ വാഹനമേറ്റി ഓടിക്കുമറാക്കും. ഞാൻ ചോദിക്കട്ടെ, ഓടുമറാക്കും എന്ന് പറഞ്ഞ ഈ ദൈവത്തിന്റെ വചനം നമ്മൾ ഇതൊക്കെ അണ്ടർലൈൻ ചെയ്തിരുന്ന് പ്രാർത്ഥിക്കുന്നവരല്ലേ? അല്ലേ? ഉണ്ട്, ഇതിനകത്തുണ്ട്. അങ്ങനെ എഴുതി വെച്ച് ഈ വചനങ്ങൾ മാത്രം ഉരുവിട്ട് പ്രാർത്ഥിക്കുന്നവരുണ്ട്. പ്രാർത്ഥന തെറ്റാന്നല്ല കേട്ടോ, അങ്ങനെ ചിന്തിക്കല്ലേ. ഞാൻ പറയുന്നതിന്റെ അർത്ഥം അതുപോലെ എടുക്കണേ പ്ലീസ്, തെറ്റിദ്ധരിക്കല്ലേ. ദൈവം എന്നെ തിരുത്തിയതാ. എന്റെ പഴയ ബൈബിൾ നോക്കി യെശയ്യാ 58 ആ വചനങ്ങളുടെ അടിയിലാണ് ഏറ്റവും കൂടുതൽ മാർക്ക് ചെയ്തേക്കുന്നത്. മഞ്ഞയും പച്ചയും ചുമലയും ഒക്കെ ഇട്ട് മാർക്ക് ചെയ്ത്. അയ്യോ, ഭയങ്കര ഇഷ്ടാ വാക്യം. ആരെങ്കിലും അതിൽ നിന്ന് പ്രസംഗിച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടാ പ്രസംഗം. പുരാതന ശൂന്യങ്ങളെ പണിയാൻ എന്നെ ഉപയോഗിക്കണേ കർത്താവേ എന്നൊക്കെ പറഞ്ഞ് ഞാനും പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞില്ല, എന്നെ ദൈവം മാനസാന്തരത്തിലേക്ക് നയിച്ചപ്പോൾ കർത്താവ് ഒരു ദിവസം എന്നോട് പറയുക, മോളെ നീ ഇത്രയും മസിൽ പിടിച്ച് ഈ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണ്ട. ഏതാ? പുരാതന ശൂന്യങ്ങളെ പണിയാനും ഞാൻ നിന്നെ ആകാശത്തിൽ വാഹനമേറ്റി ദേശത്തിൽ കൂടെ യാത്ര ചെയ്യാനൊക്കെ ഉള്ള വഴികളെ ഞാൻ തുറക്കും. പക്ഷെ നീ കഷ്ടപ്പെടണ്ട അതിന്റെ പിന്നിൽ. പക്ഷെ നീ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, അതൊന്ന് ചെയ്യാവോ എന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു, എന്താ കർത്താവേ? അപ്പൊ കർത്താവ് പറയും, ഈ 58 1 തൊട്ട് 10 വരെയുള്ള വാക്യങ്ങൾ നീ വായിച്ചാൽ വ്യവസ്ഥയാ. നിങ്ങൾക്ക് ആർക്കെങ്കിലും അതറിയാമോ? യെശയ്യാ 58 1 തൊട്ട് 10 വരെ വ്യവസ്ഥയാ. എന്താ വ്യവസ്ഥ? ഉറക്കെ വിളിക്കുക, അടങ്ങിയിരിക്കരുത്, കാരണം പോലെ നിന്റെ ശബ്ദം ഉയർത്തി അവിടെ പറയാ, എന്റെ ജനത്തിന് അവരുടെ ലംഘനത്തെ, യാക്കോബ് ഗ്രഹത്തിന് അവരുടെ പാപങ്ങളെ അറിയിക്കാം. ഇത് വേറെ ആരെ കുറിച്ചല്ല പറഞ്ഞത്, ദൈവത്തിന്റെ സ്വന്തം ജനത്തെ കുറിച്ച് പറയുക. അവരുടെ ഇടയിൽ അകൃത്യമുണ്ട്, എങ്കിലും അവർ എന്റെ ദിവസം പ്രതി അന്വേഷിച്ച് എന്റെ വഴികളെ അറിയുവാൻ ഇച്ഛിക്കുന്നു, ആഗ്രഹമുണ്ട്. എന്നിട്ട് പറയുക, താഴോട്ട് പറഞ്ഞു വരുന്നത് ദൈവത്തിന് ഇഷ്ടമുള്ള ഉപവാസത്തെ കുറിച്ചാണ്. ഞാൻ പറയുന്ന അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? ദൈവത്തിന് ഇഷ്ടമുള്ള ഉപവാസം. ഞാൻ പണ്ടൊക്കെ ഉപവാസത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എനിക്കറിയാവുന്ന 2 ഉപവാസമുള്ളൂ. ഒന്ന് ദാനിയേലിന്റെ ഉപവാസം, എസ്തേറിന്റെ ഉപവാസം. ഇതൊക്കെയാണ് ഞാൻ കൂടുതൽ ഉപവാസ പ്രാർത്ഥനയൊക്കെ വായിക്കാൻ ആഗ്രഹിക്കുന്നു, ഇഷ്ടപ്പെടുന്നതുമായ ഉപവാസം. പക്ഷെ ഞാൻ പറഞ്ഞു, ജീവിതത്തിൽ ആദ്യമായി ദൈവം എന്നെ പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ കർത്താവ് പറഞ്ഞു, മോളെ ഞാൻ ഇഷ്ടപ്പെടുന്ന ഉപവാസം എന്താന്ന് മോക്കറിയോ? ഞാൻ പറഞ്ഞു, ഇല്ല കർത്താവ്, അത് എവിടെ എഴുതിയിരിക്കുന്നത്? കർത്താവ് പറയാ, യെശയ്യാ 58 എടുക്ക്. ഞാൻ പറയുന്ന എന്റെ വാമൊഴിയാൽ ഞാൻ പറഞ്ഞ് എനിക്കിഷ്ടമുള്ള ഉപവാസമുണ്ട്. ഞാൻ ആദ്യമായി ആ വചനം വായിച്ചു. അവിടെ എഴുതിയേക്ക അതിന്റെ 6-ാം വാക്യം തൊട്ട്, അന്യായ ബന്ധനങ്ങളെ അഴിക്കുക, നുഖത്തിന്റെ അമിക്കയറുകളെ അഴിക്കുക. ഇതെല്ലാം അഴിക്കുക, പൊട്ടിച്ചു കളക, തകർക്കുക എന്നൊക്കെയാ. അപ്പൊ കർത്താവിനോട് പറയാ, അഴിപ്പിക്കുക എന്നല്ല. ചിലരുണ്ട് അവരുടെ വിഷയത്തിന്റെ വിടുതൽ കിട്ടാൻ വേണ്ടി ദൈവദാസന്മാരുടെ അടുക്ക ചെല്ലുന്നു, പ്രവാചകന്മാരെ വിളിക്കുന്നു, തലയെ കൈവച്ച് പ്രാർത്ഥിപ്പിക്കുന്നു, പല കാര്യങ്ങൾ ചെയ്യുന്നു. അതിനൊന്നും ഞാൻ എതിരല്ല കേട്ടോ, ചെയ്തോ, നല്ലതാ. പക്ഷെ കർത്താവ് എന്നെ പഠിപ്പിച്ച ഒരു കാര്യം, ഞാൻ മാനസാന്തരപ്പെടാത്തോളം എന്റെ തലയിൽ ഇനി 100 പേര് തലയെ കൈവച്ചാലും, എത്ര പേർക്ക് ദൂത് മനസ്സിലാവുന്നുണ്ട്? എന്റെ ഹൃദയത്തിൽ അകൃത്യം വെച്ച് പാപ ഉള്ളി വെച്ചിട്ട് 100 ദൈവദാസന്മാർ എന്റെ തലയെ കൈവച്ച് പ്രാർത്ഥിച്ചാലും ദൈവത്തിന്റെ കൈ എനിക്ക് അനുകൂലമായി എഴുന്നേൽപ്പിക്കാൻ പറ്റത്തില്ല. ദൈവം ഇവിടെ പറയുക, നീ അവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വാക്യം 58 8, അപ്പോൾ നിന്റെ വെളിച്ചം ഉഷസ് പോലെ പ്രകാശിക്കുക. എപ്പോൾ? ദൈവം പറഞ്ഞ വ്യവസ്ഥയിലേക്ക് മടങ്ങി വരുമ്പോ. 1 തൊട്ട് 10 വരെ ദൈവം പറഞ്ഞ വ്യവസ്ഥയാ. അന്യായ ബന്ധനങ്ങളെ അഴിക്കാന്നൊക്കെ പറഞ്ഞ എന്തുവാ? ന്യായമല്ലാതെ ചെയ്തതെല്ലാം നീ അഴിക്കണോന്ന്, വേറെ ഒരാളെ കൊണ്ട് അഴിപ്പിക്കാനല്ല. എനിക്കറിയാം എന്റെ ജീവിതത്തിൽ ഞാൻ ന്യായമല്ലാതെ വല്ലതും ചെയ്തിട്ടുണ്ടോ.
ഇന്ന് പലപ്പോഴും പെന്തക്കോസ്തുകാരുടെ അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനം അറിയുന്നവരുടെ ഉപവാസം പലപ്പോഴും ദൈവത്തിന് തോന്നുന്നത് എങ്ങനെയെന്നറിയോ? പട്ടിണിയിരിപ്പായിട്ടാ. അറിയാലോ, നിങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ നമ്മൾ തന്നെ, നമ്മുടെ ചെറുപ്പത്തിൽ നമ്മുടെ മക്കളെ തന്നെ നമ്മൾ നോക്കിയാൽ അവർ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. അമ്മേ, എനിക്കൊരു സൈക്കിൾ വേണം, അല്ലെങ്കിൽ ഒരു ബൈക്ക് വേണം, അല്ലെങ്കിൽ ഒരു കാറ് വേണം. അപ്പൊ അപ്പനും അമ്മയും പറയാം, തരാൻ പറ്റത്തില്ല ഇപ്പൊ. ഉടനെ ആമ്പിള്ളാര് പറയും, അന്നാ എനിക്ക് ഇന്ന് ഭക്ഷണം വേണ്ട. മനസ്സിലായോ? ഇനി ഭക്ഷണം വേണം, കഴിക്കണമെങ്കിൽ മമ്മി എനിക്ക് അല്ലെ പപ്പ എനിക്ക് വണ്ടി മേടിച്ചു തന്നാലേ ഞാൻ കഴിക്കും. വാശി പിടുത്തവരുണ്ട്, ഭയങ്കര വാശി പിടുത്തം. ഇത് കിട്ടാതെ ഇനി ഞാൻ കഴിക്കത്തില്ല. അമ്മമാരുടെ ഹൃദയം അങ്ങ് തകരും, ഇല്ലേ? അച്ചായന്റെ പുറകെ അച്ഛ കഷ്ടമുണ്ട്, അവൻ ഇന്നലെയും കഴിച്ചില്ല, ഇന്നും കഴിച്ചില്ല, ഒന്നും മേടിച്ചു കൊടുത്തില്ല, സാരമില്ല, കുടുംബത്തിൽ സമാധാനത്തിന് വേണ്ടി മേടിച്ചു കൊടുക്കും. അമ്മമാർ റെക്കമെൻഡ് ചെയ്യാറുണ്ടല്ലേ അപ്പന്മാർക്ക്. അപ്പം നമ്മുടെ പലപ്പോഴും ഉള്ള ഉപവാസം ഇതുപോലെ വാശി പിടുത്ത. കർത്താവെ, ഇന്ന് എനിക്ക് വിശുദ്ധ മറുപടി, ഞാനൊരു 40 ഇരിക്കുവോ? പക്ഷെ 40 ഇരിക്കുന്നതിന് മുമ്പ് ദൈവം ചോദിക്കുക, നീ ക്രമീകരണം പ്രാപിച്ചിട്ടാണോ ഇരിക്കുന്നത്? എത്ര ദിവസം ഇരുന്നെന്ന് ദൈവത്തിന് അറിയണ്ട. ദൈവം നോക്കുന്നത് വ്യവസ്ഥ പ്രകാരമാണോ ചെയ്യുന്നതെന്ന. അതാ ഞാൻ പറയാം, അന്തരംഗത്തിലെ സത്യം ഇച്ഛിക്കുന്ന ദൈവം ഹൃദയത്തിലെ സത്യം നോക്കിയിട്ട് പറയും ഇന്റൻഷൻ. പട്ടിണി ഇരുന്ന് കഷ്ടപ്പെട്ട് കർത്താവിനെ സെന്റിമെന്റ്സിൽ കൂടെ മേടിച്ചെടുക്കുന്ന അല്ല അനുഗ്രഹം. കർത്താവിന് ദയ തോന്നി തരുന്നത് അനുഗ്രഹം. കർത്താവിന്റെ സ്നേഹത്തിൽ നിന്ന് കർത്താവ് തരുമ്പോൾ അതിന് മഹത്വമുണ്ട് കേട്ടോ. മനസ്സിലാവുന്നുണ്ട്? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? ദൈവാത്മാവ് പറയുന്നത് ദൂത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിശ്വസിക്കുക. അന്തർഭാഗത്തിലെ സത്യം ഇച്ഛിക്കുന്ന ദൈവം. പെട്ടെന്ന് ഒരു കാര്യം കൂടെ ഞാൻ പറയും. ഇപ്പൊ ഞാൻ ഉപവാസത്തെ കുറിച്ച് പറഞ്ഞു. നെക്സ്റ്റ്, പ്രാർത്ഥന. ഇത് ദൈവം എന്നെ പഠിപ്പിച്ചതാ. പ്രാർത്ഥനയിൽ എത്രമാത്രം സത്യമുണ്ടോ? നിങ്ങളിൽ എത്ര പേർക്ക് ഇത് മനസ്സിലാവുന്ന അറിയത്തില്ല. എന്നാലും ഞാൻ ചോദിക്കട്ടെ, നമ്മളിൽ ഒത്തിരി പേര് പ്രാർത്ഥിക്കുന്നവരാ, അല്ലെ? സമയങ്ങൾ എടുത്ത് വേർതിരിഞ്ഞ്, മണിക്കൂറുകൾ വേർതിരിഞ്ഞ് ഒക്കെ പ്രാർത്ഥിക്കുന്നവരാ. നമ്മുടെ പ്രാർത്ഥനയിൽ സത്യമുണ്ടോ? നമ്മുടെ പ്രാർത്ഥന വായിൽ നിന്ന് വരുന്ന പ്രാർത്ഥനയാണോ, ഹൃദയത്തിൽ നിന്ന് വരുന്ന പ്രാർത്ഥനയാണോ? അത് പറയണമെങ്കിൽ ഞാനൊരു വാക്യം പറഞ്ഞാലേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. ഈ ദാവീദ് തന്നെ എഴുതിയിരിക്കുന്ന ഒരു സങ്കീർത്തനമുണ്ട്, സങ്കീർത്തനങ്ങൾ 27. അതിന്റെ 4-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുക, ഞാൻ ഒരു കാര്യം യഹോവയോട് അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. ഇതൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ആഡ് ചെയ്യാറുണ്ട് ഈ വാക്കുകൾ. കർത്താവേ, ഞാൻ ഒരു കാര്യം അപേക്ഷിക്കുന്നു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങയുടെ മനോഹരത്വം കാണണം, അങ്ങയുടെ മന്ദിരത്തിൽ ധ്യാനിക്കണം, അല്ലേ? എന്റെ ആയുഷ്കാലമൊക്കെ ഓടി പാർക്കേണ്ടതിന് തന്നെ. ഒരു ദിവസം എന്നെ ദൈവാത്മാവ് പഠിപ്പിച്ചൊരു കാര്യമാ, അക്സ, നീ പ്രാർത്ഥിക്കുന്ന ഓരോ വാചകം നീ ഒന്ന് എഴുതി വെച്ചിട്ട് അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്തിട്ട് നീ അതൊന്ന് കേട്ടിട്ട് പറ, ഈ പ്രാർത്ഥിച്ച പ്രാർത്ഥനയിലെ ഓരോ വാചകം നിന്റെ ഹൃദയത്തിൽ നിന്നാണോ വന്നത്, അതോ കേൾക്കുന്നവർക്ക് അയ്യോ ആ കൊച്ചിന്റെ പ്രാർത്ഥന എന്നാ നല്ല പ്രാർത്ഥനയാ, ഈ ഇടുറ്റ പ്രാർത്ഥനയാ, എന്നോ വാചകങ്ങളൊക്കെ ആയിരുന്നു എന്ന് ചിന്തിപ്പിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണോ? അന്നാണ് ഞാൻ ഒരു കാര്യം മനസ്സിലായത്. വാഗൊണ്ടുള്ള പ്രാർത്ഥനയായിരുന്നു അതുവരെ ഞാൻ ചെയ്ത പ്രാർത്ഥനയൊന്നും ഹൃദയത്തിൽ നിന്ന് വന്നതല്ല. അതിന് ഉദാഹരണം ഞാൻ പറഞ്ഞാൽ, ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അതുകൊണ്ട് ഞാൻ ഉദാഹരണത്തിൽ കൂടെ പറയും. ദാവീദ് പറയാം, ഞാൻ ഒരു കാര്യം അപേക്ഷിച്ചു, അത് മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ വിചാരം നമ്മുടെ ഹൃദയത്തിൽ ആഗ്രഹിക്കുന്നതാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതെന്ന്. ഞാൻ ചോദിക്കട്ടെ, ശരിക്കും നിങ്ങളുടെ ഹൃദയത്തിലുള്ള ആഗ്രഹം തന്നെയാണോ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്? അതെ. എന്നാൽ ഞാൻ ഇനിയുള്ള കുറച്ച് എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവേ. കഴിഞ്ഞ ഇടയ്ക്ക് ഞാൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാൻ ഒരു വീട്ടിൽ ചെന്നപ്പം ആ വീട്ടിലെ ആന്റി പറഞ്ഞു, മോള് പലയിടത്ത് ഇങ്ങനെ ശുശ്രൂഷയ്ക്കൊക്കെ പോകുന്നതല്ലേ, എന്റെ മോന് വേണ്ടി ഒരു പെൺകൊച്ചിനെ കണ്ടുപിടിക്കണം, കല്യാണാലോചനയാ, എവിടെയെങ്കിലും മോള് കിട്ടുവാണെങ്കിൽ ഒന്ന് പറയണേ. ഞാൻ പറഞ്ഞു, ആന്റി പറയാം. ഞാൻ ആന്റിയോട് ചോദിച്ചു, ആന്റി എന്തുവാ ആന്റിയുടെ ആഗ്രഹം എന്താ? മോന് വേണ്ടി നമുക്ക് ചുമ്മാ ഒരു പെൺകൊച്ചിനെ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല, നമ്മൾ എല്ലാവരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ. അപ്പൊ ഞാൻ ആന്റിയോട് ചോദിച്ചു, ആന്റി പറ. അപ്പൊ ആന്റി എന്നോട് പറഞ്ഞു, മോളെ, എനിക്കൊരൊറ്റ പ്രാർത്ഥനയോ മറ്റൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇതാ കേൾക്കണം. എന്നിട്ട് ആന്റി ഈ വാക്യം കൂടെ പറഞ്ഞു എന്നോട്, ഞാൻ ഒരു കാര്യം മാത്രം എന്റെ ദൈവത്തോട് ആഗ്രഹിക്കുന്നു, അത് മാത്രം ഞാൻ പ്രാർത്ഥിക്കുന്നത്. എന്തുവാ? എന്റെ കുഞ്ഞിന് ദൈവവിളിയുള്ള കുഞ്ഞ, കർത്താവിന്റെ വേലയ്ക്ക് വിളിയുള്ള കുഞ്ഞ, കർത്താവിന്റെ വേലയ്ക്ക് താല്പര്യമുള്ള ഡെഡിക്കേറ്റഡ് ആയ ഒരു കുഞ്ഞിന് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. അയ്യോ, സത്യസന്ധമായിട്ട് കാര്യം പറയട്ടെ, അങ്ങനെ കേട്ടപ്പോ എന്റെ ഹൃദയം നന്ദിയാൽ നിറഞ്ഞു. കാരണം ഇന്നത്തെ കാലത്ത് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടിയുള്ള ആഗ്രഹിക്കുന്ന ഒരു മരുമോളെ കിട്ടണമെന്ന് എത്ര അമ്മായിമ്മമാർ ആഗ്രഹിക്കും. എല്ലാരും ആദ്യം ചോദിക്കുന്ന നേഴ്സാണോ? മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ എനിക്ക് ആന്റിയോട് ബഹുമാനം അങ്ങ് കൂടി, ഭയങ്കര സന്തോഷം. ഞാൻ പറഞ്ഞു, ആന്റി ഉറപ്പായിട്ടും അങ്ങനെ ആരെയെങ്കിലും കണ്ടാൽ ഞാൻ പറയാം. എന്തായാലും ദൈവം ആന്റിയുടെ പ്രാർത്ഥന കേട്ടു. അടുത്ത സ്ഥലത്ത് ഞാൻ ചെന്നപ്പോ അതുപോലത്തെ ഒരു മോൾ എന്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുക.
കുഞ്ഞ് നേഴ്സായിരുന്നു. പക്ഷെ ദൈവം പറഞ്ഞ ആലോചനയ്ക്കനുസരിച്ച് അവള് നേഴ്സിംഗ് വിട്ട് ഇപ്പൊ ബൈബിൾ സ്കൂളിൽ പഠിച്ച് പൂർണ്ണ സമയം സുവിശേഷ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ച് അങ്ങനെ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഈ അമ്മ എന്റെ അടുക്കൽ ഈ മോടെ മമ്മി കൊണ്ടുവന്നു മോക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ മോളെ പരിചയപ്പെട്ടു. എനിക്ക് ഭയങ്കര സന്തോഷം. പെട്ടെന്ന് എനിക്ക് അമ്മയെ ഓർമ്മ വന്നു. പെട്ടെന്ന് ആന്റിയുടെ നമ്പർ എടുത്ത് ഞാൻ വിളിച്ചു. ആന്റിയുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരവായി. സക്രിയാവിനോട് പറഞ്ഞ പോലെ ആന്റി പ്രാർത്ഥിച്ച പോലെ. ആന്റി പറഞ്ഞ എന്നാ, ഹൃദയത്തിലെ ആഗ്രഹവും പ്രാർത്ഥനയും ഒന്നാം മോളെ, ഒറ്റ പ്രാർത്ഥനയെ എനിക്കുള്ളൂ. വിളിച്ചു. ആദ്യത്തെ ചോദ്യം, മോളെ എവിടാ? ഞാൻ പറഞ്ഞ സ്ഥലമൊക്കെ പറഞ്ഞു. എന്തോ കണ്ടുപിടിച്ചോ, എങ്ങനെയുണ്ട് മോള്? ഞാൻ പറഞ്ഞു ആന്റി നല്ലൊരു മോള്, നല്ല മിടുക്കി ഒരു വെച്ച്, കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പണമുള്ള ഒരു മോളാ. അപ്പൊ ആന്റിയുടെ അടുത്ത ക്വസ്റ്റ്യൻ, മോളെ ജോലി? ഞാൻ പറഞ്ഞു ആന്റി ജോലി ഇല്ല, നേഴ്സായിരുന്നു, ഇപ്പൊ ജോലി ചെയ്യുന്നില്ല. ഞാൻ ഇത്രേ പറഞ്ഞു. അപ്പൊ പറയാം പോയിട്ട് വല്ലതും എഴുതിയിട്ടുണ്ടോ? അപ്പൊ ഞാൻ പറഞ്ഞു അത് ഞാൻ ചോദിച്ചില്ല. അല്ല IELTS എങ്കിലും എഴുതിയിട്ടുണ്ടോ മോളെ? ഞാൻ പറഞ്ഞ ആന്റി അത് ഞാൻ ചോദിച്ചില്ല, കാരണം ആന്റി പറഞ്ഞല്ലോ കർത്താവിന്റെ വേലയ്ക്ക് വിളിയുള്ള കൊച്ചു മതിയെന്ന്. അത് പിന്നെ മോളെ കർത്താവിന്റെ വേല ചെയ്യാന്നൊക്കെ പറഞ്ഞാലും ഏതെങ്കിലും ഒരു രാജ്യത്തെ മോനെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരാളായിരിക്കണം. മനസ്സിലായോ? പെട്ടെന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് പെട്ടെന്ന് സങ്കടം വന്നു. ഞാൻ പിന്നെ ഫോൺ അങ്ങ് വെച്ചു. ദൈവസന്നിധി ഇരുന്നപ്പോ പെട്ടെന്ന് പരിശുദ്ധാത്മാവ് എന്നെ പഠിപ്പിക്കുക. ഈ ഒരു വിഷയം എനിക്ക് ഒത്തിരി വിഷമം തോന്നി. അപ്പൊ കർത്താവ് എന്നോട് പറയും, മോളെ ഇത് നീ എല്ലാരോടും ഒന്ന് പറയണം കേട്ടോ. ദൈവം പ്രവർത്തിക്കാതിരിക്കുന്നതിന്റെ ഒരു കാര്യം, കർത്താവിന് കൺഫ്യൂഷൻ ഉണ്ടെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്, കേൾക്കണേ. ഞാൻ പറയുന്ന അതേ അർത്ഥത്തിൽ മനസ്സിലാക്കണേ. നമ്മുടെ പ്രാർത്ഥന കേട്ടാ ഇപ്പൊ ദൈവം ഒന്ന് ഉത്തരം തരുന്ന ഭയങ്കര സംഭവം എന്ന് ഓർക്കും. പക്ഷെ ഹൃദയത്തിലൊന്നും പ്രാർത്ഥനാവാചകം മാറ്റുന്നു. മനസ്സിലായോ? പ്രാർത്ഥന കേട്ടാ തോന്നും ഇപ്പൊ കർത്താവ് വിളിച്ച കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി പൂർണ്ണമായിട്ട് ഇറങ്ങുന്നു. അതുപോലത്തെ പ്രാർത്ഥന. അപ്പാ അടിയനിതാ, അടിയനെ ഉപയോഗിക്കണേ, അങ്ങ് പറയുന്നത് പോലെ മതി. പാട്ടും അങ്ങനെ, എന്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനെ, അങ്ങേ ഇഷ്ടം എന്നിൽ. നമ്മളൊക്കെ നെഞ്ചത്ത് കഴിച്ച് ഈ പാട്ട് പാടാറുണ്ട്. ഞാൻ അതുകൊണ്ട് പറയുന്ന ഒരു കാര്യം, നമ്മൾ നുണ പറയത്തില്ല, നുണ പാടുന്നു. ഞാൻ എല്ലായിടത്തും പോയി പ്രസംഗിക്കുന്ന ഒരു കാര്യം ഇത്. നമ്മൾ നുണ പറയത്തില്ല, നുണ പാടും. അതിൽ ഏറ്റവും വലിയ നമ്പർ 1 നുണ ഇപ്പൊ ഞാൻ പറഞ്ഞ പാട്ട്, എന്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനെ, അങ്ങയുടെ ഇഷ്ടം എന്നിൽ പൂർണ്ണമായാ മതി. അപ്പൊ ദൈവം പറയാം, മോളെ എന്റെ ഇഷ്ടം ഞാൻ പറയട്ടെ. എന്തുവാ? എന്റെ വേലയ്ക്ക് ഇറങ്ങിക്കോ. അയ്യോ അങ്ങനെ പറയരുത്. ഞാൻ ചെയ്ത ജോലിയോ അല്ലെ, അയ്യോ ഈ വിവാഹം മതി, അയ്യോ അത് പറയല്ലേ കർത്താവ്, ഞങ്ങൾ വിദേശത്തുള്ള ചെറുക്കനെയാ നോക്കുന്നത്. അപ്പൊ കർത്താവ്, അപ്പൊ നീ എന്റെ സന്നിധി പ്രാർത്ഥിച്ചതോ? അത് പിന്നെ അങ്ങ് പ്രാർത്ഥനയുടെ ഫ്ലോയിൽ അങ്ങ് പ്രാർത്ഥിക്കുന്നത് ഏതാ? എന്റെ ഇഷ്ടം ഒന്നും വേണ്ട, ദൈവ ഇഷ്ടം മതിയത്. ഇന്ന് ചിലരോട് ദൈവാത്മാവ് പറയുക, പ്രാർത്ഥനയിലെ കപടത മാറ്റണം കേട്ടോ. കർത്താവ് പറയുക, ഹൃദയത്തിൽ ഒന്ന് നിശ്ചയിച്ചാൽ അത് തന്നെ ആയിരിക്കണം വായിൽ നിന്ന് വരുന്ന പ്രാർത്ഥന. സഭയിൽ വന്നും അല്ലെങ്കിൽ പബ്ലിക്കിൽ പ്രാർത്ഥിക്കുമ്പോഴും നമ്മുടെ വാഗൊണ്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ദൈവ ഹൃദയത്തിലേക്ക് നോക്കുമ്പോൾ ദൈവത്തിനറിയാം ആ പ്രാർത്ഥനയിൽ എത്ര സത്യം ഉണ്ടെന്ന്. മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും ദൈവത്തിന് ഹൃദയത്തിലെ സത്യം ദൈവം നോക്കുന്നത്. ആത്മാർത്ഥതയോടെ ആണോ ശരിക്കും ആവശ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്? അന്തർഭാഗത്തിലെ സത്യം ഇച്ഛിക്കുന്ന ദൈവം പറയുക, മോളെ നീ പ്രാർത്ഥിക്കുന്നുണ്ട് എന്റെ ഇഷ്ടം മതിയെന്ന്, പക്ഷെ ഇഷ്ടം ചെയ്യാൻ സമ്മതിക്കുന്നില്ല. നിങ്ങളൊക്കെ ഓർത്തെ, നമ്മുടെ എല്ലാ പ്രാർത്ഥനയുടെ അവസാനം നമ്മൾ ഏത് വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാലും, രോഗിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലും നമ്മൾ പ്രാർത്ഥിക്കുന്നില്ല, കർത്താവേ ഹിതം, ദൈവത്തിന്റെ ഹിതം നിറവേറണം, അല്ലേ? അപ്പൊ ദൈവത്തിന്റെ ഹിതം ആ പേഷ്യന്റിനെ വിളിക്കാനാണെങ്കിലും അയ്യോ അങ്ങനെ പറയല്ലേ, ഒരു വർഷം കൂടെ നീട്ടി കൊടുക്കണം. കർത്താവ് ഇല്ല, പുള്ളി പാകവാ, ഇപ്പൊ വന്നാ ഇവിടെ ഒരു വീട് റെഡിയാ. അയ്യോ കർത്താവേ അതുമല്ല ഞങ്ങളുടെ ഹിതം, ഞങ്ങളുടെ ഇഷ്ടം. ശരിക്കും പറഞ്ഞ നമ്മുടെ പ്രാർത്ഥന എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ മനസ്സിനെ മാറ്റാൻ നോക്കുക. പക്ഷെ നമ്മൾ പറയുന്നതല്ല, എന്റെ ഇഷ്ടം ഒന്നും വേണ്ട, ദൈവത്തിന്റെ ഇഷ്ടം മതി. ഞാൻ പെട്ടെന്നൊരു ഉദാഹരണം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം ഞാൻ പറയാ, ഒന്നും തോന്നല്ലേ. കൂടുതൽ ഇതിനകത്ത് സഹോദരിമാരായോണ്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ ഒരു ഉദാഹരണം. കഴിഞ്ഞ ഇടയ്ക്ക് ഒരു കൊച്ചെന്നോട് പറഞ്ഞൊരു കാര്യമാണ്, കൊച്ചു ആലപ്പുഴക്കാരിയും അമ്മ കോട്ടയംകാരിയാ. അപ്പൊ മോള് പറഞ്ഞേ, കല്യാണം കഴിഞ്ഞ് വന്നപ്പോ അമ്മ അടുക്കളയിലോട്ട് ആ ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, മോളെ ഇന്ന് തൊട്ടിത് മോടെ അടുക്കളയാ കേട്ടോ, ഇനി മോടെ ഇഷ്ടത്തിന് എല്ലാം ഉണ്ടാക്കിയാൽ മതി കേട്ടല്ലോ. കൊച്ചിന് സന്തോഷമായി, നല്ലൊരു അമ്മയെ ദൈവം എനിക്ക് തന്നു. സാധാരണ അമ്മായിമ്മമാർക്ക് അതൊന്ന് വിട്ടുകൊടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ളത്. അതുകൊണ്ട് അമ്മ പറയാ ഇന്ന് തൊട്ട് മോടെ ഇഷ്ടം, അല്ലേ? അപ്പൊ മോക്ക് ഭയങ്കര സന്തോഷായി. ഇപ്പൊ നല്ല മീൻ മേടിച്ചോണ്ട് വന്നു മോൻ. എക്സാമ്പിൾ പറയാൻ നിങ്ങൾക്ക് മനസ്സിലാവാനാ കേട്ടോ, ഒന്നും തോന്നല്ലേ.
ഇപ്പൊ മോൻ മീൻ മേടിച്ചുകൊണ്ട് വന്നപ്പോ അമ്മ കഴുകി വെച്ചിട്ട് അമ്മ മോളോട് പറഞ്ഞു, മോൾ ഒരു കാര്യം ചെയ്യും, ഇന്ന് വരെ എന്റെ ഇഷ്ടത്തിന് ഇവിടെ എല്ലാം ചെയ്ത്, ഇന്ന് തൊട്ട് മോളുടെ ഇഷ്ടത്തിന് മോള് മീൻകറി വെച്ചാൽ മതി. ഓ, കേൾക്കുമ്പോ വരുമ്പോക്കെ ഭയങ്കര സന്തോഷം. മോള് മീൻകറി വെച്ചാട്ടെ, മോളുടെ കഴിവും കൂടെ ഞങ്ങൾക്കൊന്ന് അറിയാമല്ലോ. അപ്പൊ മോള് ചട്ടി എടുത്ത് വെച്ചു, മീനെല്ലാം റെഡിയാക്കിയിട്ട് എല്ലാം എടുത്ത് വെച്ച്, മോൾ ആദ്യം എണ്ണ എടുത്തു, എണ്ണ ഒഴിച്ച് തക്കാളിക്ക എടുത്തു വെക്കും. അപ്പൊ അവര് തക്കാളിക്കൊക്കെ ഇട്ട് വഴറ്റി ഒരു മീൻകറി ഉണ്ടാക്കുന്നത് ആ മോഡൽ നാട്ടില്. അപ്പൊ അമ്മായിമ്മ അടുത്തെന്ന് പറയാ, അയ്യോ മോളെ തക്കാളിക്ക ഇടല്ലേ, ആദ്യം കടുക് ഇടണം, ഞങ്ങൾ കോട്ടയംകാരങ്ങനാ, കടുക് ഇട്ടിട്ട് ഉലുവ ഇടും, മനസ്സിലാവുന്നുണ്ടോ? അത് കഴിഞ്ഞ് ഉള്ളി, ആദ്യം തക്കാളിക്ക ഇടല്ലേ. അപ്പൊ മോള് പറഞ്ഞു, അല്ല മമ്മി ഞങ്ങളുടെ രീതി. അല്ലല്ല, അത് മമ്മിക്ക് മനസ്സിലായി, എന്നാലും മമ്മി ഒന്ന് പറഞ്ഞു തന്ന, മോള് പുതിയതല്ലേ, ഒന്ന് പറഞ്ഞു തരുക. ചുരുക്കി പറഞ്ഞാൽ, സമയമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് പറയാം, ചുരുക്കി പറഞ്ഞാൽ അവസാനം കോട്ടയം മീൻകറി മോൾ ഉണ്ടാക്കി. ആരാ സൂപ്പർവിഷൻ? അമ്മായിമ്മ. അടുക്കള ആരുടെ കയ്യില? അമ്മായിമ്മയുടെ കയ്യിൽ. ആര് പറയും? അമ്മായിമ്മ പറയും, മോൾ അത് ചെയ്യണം. മനസ്സിലാവുന്നുണ്ടോ പറയുന്ന അർത്ഥം? മനസ്സിലായോ? പലപ്പോഴും നമ്മുടെ പ്രാർത്ഥന ദൈവത്തിന് ഇങ്ങനെ തോന്നുന്നത്. നമ്മൾ ദൈവസന്നിധി ചെന്നിട്ട്, അപ്പാ എന്റെ ഇഷ്ടം ഒന്നും വേണ്ട, ദൈവത്തിന്റെ ഇഷ്ടം മതി. അപ്പൊ കർത്താവ്, എന്നാ ഞാൻ ചെയ്യട്ടെ, എന്റെ ഇഷ്ടം അങ്ങോട്ട് ചെയ്യാൻ തുടങ്ങും. പറയും, കർത്താവെ എന്നാലും ഉണ്ടല്ലോ എന്റെ ഒരു ആഗ്രഹം കേട്ടോ, മോൾക്ക് IELTS ഒന്ന് എഴുതി കിട്ടി UK ഒന്ന് പോയിരുന്നെങ്കിൽ. നമ്മൾ എന്ന് ശരിക്കും പറഞ്ഞ നമ്മുടെ 1.5 മണിക്കൂറത്തെ പ്രാർത്ഥന എന്താ? ദൈവത്തെ പഠിപ്പിക്കുക, ദൈവത്തിന് ഇൻസ്ട്രക്ഷൻ കൊടുക്കുക. അതായത് ദൈവത്തിന്റെ ഹിതം എനിക്ക് കേൾക്കാൻ മനസ്സില്ല, ഞാൻ പറയുന്നത് പ്രാർത്ഥിച്ച് കർത്താവെ എന്റെ ഇഷ്ടത്തെ അങ്ങ് സാധ്യമാക്കി തരണം. അതായത് വില്ലേജ് ഓഫീസർ നമ്മൾ കൊണ്ട് കൊടുക്കുന്ന പേപ്പർ സൈൻ ചെയ്തു, എന്റെ പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരം തരാൻ ഒരാൾ മുകളില്. ദൈവാത്മാവ് ഇത് എന്നോട് പഠിപ്പിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. കർത്താവ് പറഞ്ഞ, അല്ല നീ പ്രാർത്ഥിക്കുവാണ് എന്റെ ഇഷ്ടം വേണ്ട, ദൈവ ഇഷ്ടം മതി എന്ന് പറഞ്ഞാൽ അത് സത്യമുള്ള പ്രാർത്ഥനയായിരിക്കണം. മറ്റുള്ളവരെ കേൾപ്പിക്കണം, അയ്യോ ആ കൊച്ചിന്റെ ഇഷ്ടം കണ്ടോ, അത് ദൈവത്തിന്റെ ഹിതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, മറ്റുള്ളവരുടെ ലേബല് കിട്ടാൻ പ്രാർത്ഥിക്കരുത്. അന്തർഭാഗത്തിലെ സത്യം ഇച്ഛിക്കുന്ന ദൈവം പറയുക, പല പ്രാർത്ഥനയുടെയും മറുപടി കിട്ടാതിരിക്കുന്നത് 2 പ്രാർത്ഥനയാണ്. ദൈവത്തിന് ഇതിൽ ഏതാ ചെയ്യേണ്ടത്? പറ, നിങ്ങൾ പറ. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ദൈവ ഇഷ്ടം മതി, അപ്പൊ ദൈവം പറഞ്ഞാൽ ഞാൻ ചെയ്യട്ടെ. അയ്യോ അത് ചെയ്യാൻ പറ്റില്ല, എനിക്ക് കുറച്ച് ഇഷ്ടങ്ങളുണ്ട്. നമുക്ക് പറയാം, ഇല്ലെന്നല്ല കേട്ടോ, ഇത് പറയാം, അപ്പാ അങ്ങയുടെ ഇഷ്ടം നടന്നാൽ മതി, പക്ഷെ എനിക്ക് കുറച്ച് ആഗ്രഹങ്ങൾ ഉണ്ടപ്പ, അങ്ങക്ക് ഹിതമെങ്കിൽ അത് മതി, പക്ഷെ എന്റെ ദോഷത്തിനായിട്ട് അപ്പ ഒന്നും ചെയ്യത്തില്ലെന്ന് എനിക്കറിയാം. ചില ജോലി, എനിക്ക് ഈ ജോലി വേണമെന്ന് ആഗ്രഹമുണ്ട്, അപ്പയ്ക്ക് ഇഷ്ടം അല്ലെങ്കിൽ അത് വേണ്ടപ്പ, അങ്ങയുടെ പ്രൊട്ടക്ഷൻ ആകും, അങ്ങ് എനിക്ക് വേണ്ടി ദോഷമായിട്ട് ഒന്നും ചെയ്യത്തില്ല. രണ്ടാമത്തെ ഒരു കാര്യം പരിശുദ്ധാത്മാവ് എന്നെ പഠിപ്പിച്ചത് നിങ്ങളോട് പറയാൻ എന്നെ ഏൽപ്പിച്ചതുമായ ദൂതി ഞാൻ പറയാം. അനേകര് ദൈവഹിതം ചോദിക്കുന്നവരാ. നിങ്ങളിലൊക്കെ ചിലരെങ്കിലും പ്രാർത്ഥിച്ച് ആലോചന ചോദിക്കാറില്ലേ? സിസ്റ്ററെ ഒന്ന് അല്ലെങ്കിൽ പാസ്റ്ററെ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ഈ വിഷയത്തിൽ ഒരു ആലോചന പറയണേ. ഇല്ലേ? അങ്ങനെ ചോദിക്കുന്ന കുറച്ചു പേരുടെ എങ്കിലും നമ്പർ നിങ്ങളുടെ ഫോണെ കാണുമല്ലോ, ഇല്ലേ? സിസ്റ്ററെ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ആലോചന പറയണേ. അപ്പൊ കഴിഞ്ഞ ഇടയ്ക്ക്, ഇതെല്ലാം എന്റെ ജീവിതത്തിൽ പ്രാക്ടിക്കൽ ആകട്ടെ, എന്റെ ലൈഫിൽ നടന്ന സംഭവങ്ങളിൽ നിന്നാണ് ഞാനിത് പറയുന്നത്. ഒരു അമ്മ എന്നെ വിളിച്ചു, മോൾക്ക് വേണ്ടി മോളെ കയ്യിൽ നമ്പർ കൊടുത്തു. എന്നിട്ട് മോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ആന്റി ഞാന് ന്യൂസിലൻഡിന് പോകാൻ ആഗ്രഹിക്കുന്നു, ഞാൻ അതിന് OET എഴുതിക്കൊണ്ടിരിക്കുക, പഠിച്ചുകൊണ്ടിരിക്കുക, അടുത്ത ദിവസം എന്റെ എക്സാം. ഓക്കെ, ഞാൻ പറഞ്ഞു ഓക്കെ, ആന്റി പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു ഇത് ദൈവഹിതമാണോ അല്ലയോ? തെറ്റുണ്ടോ? ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റ് തോന്നുന്നുണ്ടോ? നല്ല കാര്യല്ലേ കൊച്ചു ചെയ്തേ, അല്ലേ? ദൈവത്തോട് ആലോചന ചോദിച്ചു, എന്ത് നല്ല കൊച്ചാ അല്ലേ? നല്ല കാര്യം, ഞാനും സന്തോഷിച്ചു. പക്ഷെ അന്ന് ദൈവം എന്നോട് ഒരു കാര്യം ചോദിച്ച ചോദ്യം ഇതാ, നിങ്ങളൊന്ന് ഓർത്തേ, കൊച്ചു ന്യൂസിലൻഡിൽ പോകാൻ ആഗ്രഹിക്കുന്നു, OET പഠിച്ചു തുടങ്ങി, പൈസയും മുടക്കി പഠിക്കാൻ തുടങ്ങി, അടുത്ത ആഴ്ച എക്സാമാ. പെട്ടെന്ന് കർത്താവ് എനിക്കൊരു എക്സാമ്പിൾ തന്നു. ഞാൻ ആ എക്സാമ്പിൾ നിങ്ങളോടൊന്ന് പറയുകയാണ്. നിങ്ങളുടെയൊക്കെ ഇവിടെ എല്ലാം മുതിർന്നവർ എന്റെ മുമ്പിൽ ഇരിക്കുന്നത്, എനിക്ക് വിശ്വാസമുണ്ട് നിങ്ങൾക്കൊക്കെ മക്കളുണ്ടെന്ന്. കുറച്ച് പാസ്റ്റർമാരുണ്ട്, ദൈവദാസന്മാരൊക്കെ ഇരിക്കുന്നുണ്ട്, നിങ്ങൾക്കൂടെ മനസ്സിലാവാൻ പറയാം. നമ്മുടെയൊക്കെ വീട്ടിൽ നമ്മുടെ മക്കള്, നിങ്ങളുടെയൊക്കെ വീട്ടിൽ നിങ്ങളുടെ മക്കളെ നിങ്ങളൊന്ന് ഓർക്കാം. എന്റെ പപ്പായ്ക്ക് നിർബന്ധം, എവിടെയാണെങ്കിലും പപ്പായോട് ചോദിച്ച് അനുവാദം മേടിക്കാതെ പോകരുത്. അപ്പം ഉദാഹരണം ചിന്തിക്കുക, നിങ്ങളുടെ മക്കള്, മോന്, നിങ്ങളുടെ എല്ലാം വീട്ടിലെ ഒരു മോന്റെ കാര്യം ഓർക്കാം. മോൻ വന്നിട്ട് പറയും, മമ്മി നാളെ എന്റെ ഫ്രണ്ടിന്റെ അവന്റെ ഫ്രണ്ടിന്റെ ബർത്ത്ഡേ പാർട്ടി ബാംഗ്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നടക്കാൻ വന്നിരിക്കാം. അപ്പൊ മോൻ ടിക്കറ്റ് ബുക്ക് ചെയ്തു, ട്രെയിനിന് ടിക്കറ്റ് ബുക്ക് ചെയ്തു, ബാഗും പാക്ക് ചെയ്തു, എല്ലാം റെഡിയാക്കി കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം 5 മണിക്കാ ട്രെയിൻ എന്നിരിക്കട്ടെ. ഒരു ഉച്ചയൊക്കെ ആകുമ്പോ വന്നിട്ട്, പപ്പായേ മമ്മിയെ ഇനി വന്ന ഒരു കാര്യം പറയട്ടെ. 2 പേരും അടുത്ത് ചെന്നു, അതെ എന്റെ ഫ്രണ്ടിന്റെ ബർത്ത്ഡേ കേട്ടോ ബാംഗ്ലൂര്, ഞാനത് പൊക്കോട്ടെ.
അയ്യോ, അത് കേൾക്കുമ്പോ എന്ത് സന്തോഷല്ലേ. അയ്യോ, എന്റെ കൊച്ച് എന്നോട് അനുവാദം ചോദിക്കുന്നു. രണ്ടാമത്തേത്, അപ്പയ്ക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എന്നെ വിട്ടാ മതി കേട്ടോ. കേട്ടല്ലോ, അപ്പയ്ക്ക് ഇഷ്ടമുണ്ടെങ്കിൽ. അത് കേൾക്കുമ്പോ കുറച്ചും കൂടെ അപ്പന്മാർക്ക് സന്തോഷം. അയ്യോ, എന്റെ കൊച്ചു പറഞ്ഞ കേട്ടോ, അപ്പയ്ക്ക് ഇഷ്ടമുണ്ട് എന്നെ വിട്ടാ മതി. അപ്പൊ അപ്പം പറയാ, ഒറ്റയ്ക്കാണോ? ആ, ഒറ്റയ്ക്കാ. എവിടെയാ? ബാംഗ്ലൂർ. നിനക്ക് പോവാറിയോ? ആദ്യമായിട്ടാ? ആ, കുഴപ്പമില്ല, ഞാൻ എങ്ങനെയെങ്കിലും പൊക്കോളാം. അപ്പൊ അപ്പം പറയാം, മോനെ പോവണ്ട, അത് ശരിയാവത്തില്ല. അപ്പൊ മോൻ പറയുന്ന ഒരു വാക്കുണ്ടോ, അങ്ങനെ പറഞ്ഞാൽ ശരിയാവത്തില്ല. ഞാൻ ടിക്കറ്റും എടുത്തു, ബാഗും പാക്ക് ചെയ്തു. പറയുന്ന അർത്ഥം മനസ്സിലാവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ടിക്കറ്റും എടുത്തു, ബാഗും പാക്ക് ചെയ്തു. ഇനി എന്നെ വിടണം, പോവാതിരിക്കാൻ പറ്റത്തില്ല, വാക്കും കൊടുക്കും. ഞാൻ ചോദിക്കുന്നതേ, ദൈവഹിതം എപ്പോഴാണ് അന്വേഷിക്കേണ്ടത്? ടിക്കറ്റും എടുത്ത് OETക്ക് പൈസയും കൊടുത്ത് 50,000 രൂപ പഠിക്കാനും കൊടുത്ത് OET പഠിച്ചുകൊണ്ടിരിക്കുക, എക്സാമിന്റെ തലേന്ന് ചോദിക്കുക ദൈവഹിതം ഇതാണോ എന്ന്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവോ അപ്പന്മാരെ, അമ്മമാരെ? നിങ്ങളുടെ മക്കള് തീരുമാനം എടുത്തിട്ട് അവര് രാജ്യവും തീരുമാനിച്ചു, എക്സാം ഏതാണെന്നും തീരുമാനിച്ചു, ഇന്നതിനാ ഞാൻ പോകുന്നെന്ന് നമ്മൾ ഡിസൈഡ് ചെയ്തിട്ട് ദൈവത്തിന്റെ അടുക്ക വന്നുള്ള പ്രാർത്ഥനയാ, അപ്പാ അത് ദൈവഹിതമെങ്കിൽ മതി. ദൈവം ചോദിക്കുക, ഇതിൽ ഏതാ എന്റെ ഇഷ്ടം? ദൈവത്തിന്റെ ആലോചന ചോദിച്ചാൽ ചെയ്യത്തോളെന്ന് പറയുന്ന ചിലരോട് ദൈവാത്മാവ് വ്യക്തമായിട്ട് ദൂത് പറയുക. തീരുമാനം എടുത്തു, അതിനുള്ള സ്റ്റെപ്പും വെച്ചിട്ടല്ല ദൈവഹിതം ചോദിക്കുന്നത്. ദൈവത്തിന്റെ ഹിതം ബൈബിളിൽ അനേകരും ചോദിച്ചതായിട്ട് പഴയ നിയമത്തിലൊക്കെ കാണാൻ കഴിയും. എപ്പോഴാ ചോദിക്കുന്നത്? അവർ ഒരു കാര്യത്തിന് സ്റ്റെപ്പ് എടുത്തു വെക്കുന്നതിന് മുമ്പ് ചോദിക്കും, ഞാൻ ഏത് വഴി തിരഞ്ഞെടുക്കണം, ഞാൻ ഏത് രാജ്യത്ത് പോകണം, ഞാൻ എങ്ങനെ ഈ കാര്യത്തിന് സ്റ്റെപ്പ് എടുത്തു വെക്കണം. ഞാൻ ചോദിക്കുന്നത്, ആ പ്രാർത്ഥനയിൽ എത്ര സത്യമുണ്ട്? നമ്മൾ പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥന, പറയുന്ന ആ പ്രാർത്ഥനയിൽ എത്ര സത്യമുണ്ട്? ദൈവത്തിന്റെ ഹിതം മതിയല്ലേ, ഞാൻ ദൈവഹിതത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാന്നൊക്കെ നമ്മൾ പറയല്ലേ. ശരിക്കും ദൈവഹിതം പലപ്പോഴും പരിശുദ്ധാത്മാ എന്നോട് പറയാ, പലരുടെയും പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തരാതെ ദൈവത്തിന്റെ കൈ ഭാരമായിരിക്കുന്ന അടുത്ത കാരണം ഇതാ. കാരണം അവരുടെ ഹൃദയം ഒന്നും, പറച്ചില് മറ്റൊന്നുമാ. നമ്മൾ സ്റ്റെപ്പ് എടുത്ത് വെച്ച് പകുതി എന്ന് തടസ്സം വരുമ്പോഴേ ഇന്ന് പലരും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്. ദൈവത്തിന്റെ ഹിതം. അപ്പൊ ഞാൻ ആ കൊച്ചിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ ദൈവത്തോട് ചോദിച്ചപ്പോൾ ദൈവം പറയും, ഞാൻ ഇനി ഹിതം അല്ലെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? ഞാനപ്പോ ഓർത്തൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ആ കൊച്ചിനെ തിരിച്ചു വിളിച്ചു പറഞ്ഞു, മോളെ ദൈവഹിതം അല്ലെന്ന് പറഞ്ഞ മോൾ എന്ത് ചെയ്യും? അപ്പൊ മോള് പറയാ, ചേച്ചി ഞാൻ OET എഴുതും, കിട്ടിയില്ലേ ദൈവഹിതം, കിട്ടിയ ഇത് ദൈവഹിതമാണ്, കിട്ടിയില്ലെങ്കിൽ ദൈവഹിതം അല്ല, കിട്ടിയെങ്കിൽ അത് ദൈവഹിതമാണ്. ഞാൻ പറഞ്ഞ ഉത്തരം എത്ര പേർക്ക് മനസ്സിലായി? ഞാൻ ചോദിച്ചു, മോള് ശരിക്കും ഇതിനു മുമ്പ് പ്രാർത്ഥിച്ചിട്ടാണോ ഈ തീരുമാനം എടുത്തത്? അല്ലേ ചേച്ചി, കഴിഞ്ഞ ദിവസം മമ്മിയാ പറഞ്ഞേ പ്രാർത്ഥിക്കണം, ദൈവത്തോട് ചോദിക്കണം. അപ്പൊ ഞാൻ പറയുന്നത് കേൾക്കണം. നിങ്ങൾക്ക് എത്ര പേർക്ക് സത്യം മനസ്സിലായി? ദൈവത്തിന്റെ മുമ്പിൽ ഹൃദയം തുറന്നിരിക്കുമ്പോ ദൈവം ചോദിക്കുക, നമ്മുടെ പ്രാർത്ഥനയിൽ എത്ര ശരിക്കും സത്യമുണ്ട്? നമ്മൾ പറയുന്നതിനകത്ത് എത്ര സത്യമുണ്ട്? പ്രാർത്ഥനയിൽ എത്ര സത്യമുണ്ട്? ദൈവത്തിന്റെ സന്നിധി പറയുന്ന ഓരോ കാര്യത്തിലെയും സത്യം ദൈവം നോക്കുമ്പോ ദൈവം പറയാ, അന്തർഭാഗത്തിലെ സത്യം ഇച്ഛിക്കുന്ന ദൈവം പറയാ, സത്യമില്ല ഇന്ന് പല പ്രാർത്ഥനകളിലും. പ്രാർത്ഥന വെറും കപടതയായി മാറുക. അതുകൊണ്ട് കർത്താവ് പറഞ്ഞ, കപടഭക്തിക്കാരെ പോലെ നിങ്ങൾ പ്രാർത്ഥിക്കരുത്. അവർ മനുഷ്യർക്ക് വിളങ്ങേണ്ടതിനാ പലതും ചെയ്യുന്നത്. കപടഭക്തിയുടെ ആദ്യ ലക്ഷണം അതാ, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന പല കാര്യങ്ങൾ. ദൈവാത്മാവ് ഇന്ന് വ്യക്തമായിട്ട് എന്നോട് ഇത് പറയാൻ പറഞ്ഞത് കൊണ്ട് ഞാനിത് പറയുകയാ. കപടഭക്തിയുടെ ആദ്യ ലക്ഷണം അതാ. എന്റെ പ്രാർത്ഥന കേട്ടിട്ട് മറ്റുള്ളവർ പറയണത് നല്ലതായിരുന്നു, എന്റെ പ്രസംഗം കേട്ടിട്ട് മറ്റുള്ളവർ പറയണത് നല്ലതാണെന്ന്, എന്റെ ജീവിതത്തിന്റെ ഓരോ കാര്യങ്ങൾ ഞാൻ എടുക്കുന്ന സ്റ്റെപ്പുകൾ കണ്ടിട്ട് മറ്റുള്ളവർ പറയണത് നല്ലതാണെന്ന് അല്ല, ഒരിക്കലും അല്ല. ഹൃദയത്തിന്റെ സത്യം ഇച്ഛിക്കുന്ന ദൈവത്തിന് അറിയാം നമുക്ക് ഏതാ നല്ലതെന്ന്. കർത്താവ് പറയും, ജ്ഞാനം പഠിപ്പിക്കും ദൈവം. എന്തുവാ ജ്ഞാനം? ദാവീദിന് കിട്ടിയ ജ്ഞാനം എന്താ? ദാവീദിന്റെ ഹൃദയത്തിലെ സത്യമില്ല എന്ന് ദാവീദ് തിരിച്ചറിഞ്ഞു. ദാവീദ് പറയാ, കർത്താവെ, ഞാൻ ഓർത്ത് എന്റെ ഉള്ളിൽ സത്യം ഉണ്ടെന്നാ, പക്ഷെ ജ്ഞാനം പഠിപ്പിക്കണം. ദൈവം ജ്ഞാനം പഠിപ്പിച്ചു. നാഥാൻ ചെന്നു പറഞ്ഞു കൊടുത്ത തന്റെ പാപം ദാവീദ് ഏറ്റു പറഞ്ഞു, ഉപേക്ഷിച്ചു. ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് അവന് കരുണ ലഭിച്ചു. അതുകൊണ്ട് ദൈവം പറഞ്ഞു, തന്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവനാർ? മറഞ്ഞിരിക്കുന്ന പാപം, മറഞ്ഞിരിക്കുന്ന തെറ്റ്. ഇന്ന് നമ്മുടെ ഇടയിൽ പല പാപങ്ങളും മറഞ്ഞിരിക്കുകയാണ്. നമ്മൾ പബ്ലിക്കലി പല പാപങ്ങളും നമ്മൾ കാണുമ്പോൾ, അയ്യോ അത് പാപമാണ്, ഇത് പാപം, അങ്ങനെ പാപമാണ്, ഇല്ലേ? നമ്മുടെ സഭയ്ക്ക് പുറത്തുള്ളവരെ നമ്മൾ കൈ ചൂണ്ടും, അവര് പാപികളാണ്. എന്തുവാ? കൊല ചെയ്യുന്നു, വ്യഭിചാരം ചെയ്യുന്നു, മോഷ്ടിക്കുന്നു, ഇതൊക്കെ ചെയ്യുന്നു. പക്ഷെ ശരിക്കും പറഞ്ഞാൽ, ഞാൻ പറയുന്നോണ്ട് നിങ്ങൾ എന്നോട് പിണങ്ങല്ലേ.
സഭയ്ക്കുള്ളിൽ ഈ പാപം ഇന്നുണ്ട്. ഇന്ന് സഭയ്ക്കുള്ളിലാണ് മാനസാന്തരം നടക്കേണ്ടത്. കാരണം എന്താണെന്നറിയോ? കുല നടക്കുന്നില്ല, കുല ചെയ്യുന്നില്ലെന്ന് വിശ്വസിക്കുന്ന വിശ്വാസിയെ വീടിനകത്ത് കുല നടക്കുന്നുണ്ട്. സഭയ്ക്കുള്ളിൽ ഒത്തിരി പേരെ കൊല്ലുന്നുണ്ട്. എങ്ങനെയാ? കത്തി വെച്ച് കുത്തി കൊല്ലുന്നില്ലെന്നേ ഉള്ളൂ. ഞാൻ ഒരു വാക്യം നിങ്ങളെ ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. 1 യോഹന്നാൻ 3:14-15 വാക്യങ്ങൾ. നാം മരണം വിട്ട് ജീവനിൽ കടന്നിരിക്കുന്നു എന്ന് സഹോദരന്മാരെ സ്നേഹിക്കുന്നതിനാൽ നമുക്കറിയാം. സ്നേഹിക്കാത്തവൻ മരണത്തിൽ വസിക്കുന്നു. സഹോദരനെ പകയ്ക്കുന്നവനെല്ലാം കുലപാതകവൻ ആകുന്നു. അടുത്ത വാക്യം, സഹോദരനെ പകയ്ക്കുന്നവനെല്ലാം കുലപാതകനാകുന്നു. യാതൊരു കൊലപാതകനും നിത്യജീവനുള്ളിൽ വസിച്ചിരിപ്പില്ല. ഞാൻ പറഞ്ഞില്ലേ, പലപ്പോഴും വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ വചനത്തിന്റെ ആഴം നമ്മൾ മനസ്സിലാക്കിയാൽ നമുക്കറിയാം എന്താ പകയ്ക്കാന്നുള്ളത്. ഇംഗ്ലീഷ് ബൈബിളിൽ ഇരിക്കും those who hate his brother. നമ്മൾ ചിലരോട് പറഞ്ഞു എനിക്ക് ആളെ ഇഷ്ടമല്ല, എനിക്ക് അവരെ ഇഷ്ടമല്ല. നമ്മളൊക്കെ പറയുന്ന വാക്കുകളാ, വീട്ടിൽ പറയും അല്ലേ. ചിലപ്പോ സഹോദരങ്ങളാകാം, അമ്മായിയമ്മയാകാം, അമ്മായപ്പനാകാം, നാത്തൂനാകാം, സഭാവിശ്വാസിയാകാം. അറിഞ്ഞോ അറിയാതെയോ അറിയാതെ പറയും എനിക്ക് ഇഷ്ടമല്ല അവരെ. അതിനേക്കാൾ അപകടമാ. ചിലര് തുറന്നു പറയുന്നുണ്ട് രക്ഷപ്പെട്ടു, ചിലര് തുറന്നു പറയത്തില്ല, അഭിനയിക്കും. അതിന് പറയുന്ന പേരാ വ്യാജഭാവം. എനിക്കിപ്പോ ഒരു വ്യക്തിയെ ഇഷ്ടമല്ല. ഉദാഹരണം, എനിക്ക് ആകെ ഇവിടെ അറിയാവുന്ന ഗ്രേസ് സിസ്റ്റർ ആണ്. ഗ്രേസ് സിസ്റ്ററുടെ പേര് ഞാൻ എടുക്കുന്നൊന്നും തോന്നല്ലേ. എനിക്ക് ഗ്രേസ് സിസ്റ്ററുമായിട്ട് നല്ല സ്നേഹബന്ധം ഉണ്ടെന്നിരിക്കട്ടെ, എനിക്ക് ഗ്രേസ് സിസ്റ്റർ ഇഷ്ടമല്ലെന്നിരിക്കട്ടെ, എന്തെങ്കിലും കാര്യം എന്നെ പറഞ്ഞതാകാൻ തിരുത്തി എന്തെങ്കിലും വിഷയങ്ങൾ, ഗ്രേസ് സിസ്റ്ററിനെ എനിക്ക് ഇഷ്ടമല്ല. പക്ഷെ ഗ്രേസ് സിസ്റ്ററുടെ സൂം മീറ്റിംഗിൽ വരുമ്പോഴും ഗ്രേസ് സിസ്റ്റർ ഫോൺ വിളിക്കുമ്പോഴും എന്റെ ഹൃദയത്തിനകത്ത് ഇഷ്ടക്കേട് വെച്ച് പുറമേ വാക്കുകൾ കൊണ്ടും എന്റെ പ്രവൃത്തി കൊണ്ടും ഞാൻ കാണിക്കുന്ന അഭിനയത്തിന്റെ പേരാ വ്യാജഭാവം. സഹോദരനെ എനിക്ക് ഇഷ്ടമല്ല, പാസ്റ്ററെ എനിക്ക് ഇഷ്ടമല്ല, ദൈവവിശ്വാസി ഇഷ്ടമല്ല. ഇഷ്ടമില്ലാത്ത ആളെ ഇഷ്ടമുണ്ടെന്ന് കാണിച്ച് അഭിനയിക്കുന്നതിന്റെ പേരാ വ്യാജഭാവം. ഞാനിത് പറയാൻ കാരണം എന്റെ ജീവിതത്തിൽ അതുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് എനിക്കിതിന്റെ ഒന്നും അർത്ഥം അറിയില്ലായിരുന്നു. പക്ഷെ പരിശുദ്ധാത്മാവ് എനിക്ക് തെളിയിച്ചു തന്നിട്ട് പറഞ്ഞു, മോളെ നിനക്കതുണ്ട്. എങ്ങനെയാ? എനിക്ക് ഇഷ്ടമില്ലാത്തവർ പലരുണ്ടായിരുന്നു. പക്ഷെ ഇവർ സഭയിൽ അല്ലെങ്കിൽ ഞങ്ങളല്ലാതെ കാണുമ്പോൾ ചിരിച്ച് ഞാൻ കാണിക്കും. ഒരു ദിവസം പരിശുദ്ധാത്മാവ് എന്നെ ഇരുത്തി പണിത വാക്യമാ 1 പത്രോസ് 2:1-2. ആകയാൽ നിങ്ങളിലെ സകല ദുഷ്ടത, എല്ലാ ചതിവ്, വ്യാജഭാവം, അസൂയ, എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ ആകണമെന്ന്. ഞാനത് ചോദിച്ചു, കർത്താവ് ഞാൻ ജനിച്ച ശിശുവിനെ പോലെ ആയതാണല്ലോ, രക്ഷിക്കപ്പെട്ട അന്ന് ആയതാണല്ലോ. കർത്താവ് എനിക്ക് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ശരിയാ, ഒക്കെ സത്യമാ മോളെ. പക്ഷെ ജീവിതത്തിന്റെ ആത്മീയ ജീവിതം മുന്നോട്ട് പോയപ്പോ ഉണ്ടല്ലോ, നീ പോലും അറിയാതെ നിന്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ മറഞ്ഞു കിടക്ക ഈ പാവങ്ങള്. നീ പുറമേ നോക്കുമ്പോൾ വിശുദ്ധയാണെന്ന് നിനക്ക് തോന്നുകയാ, പക്ഷെ മറഞ്ഞു കിടക്ക വ്യാജഭാവം. നിനക്ക് ചിലരെ ഇഷ്ടമല്ല, പക്ഷെ മുമ്പിൽ കാണിക്കുന്ന അഭിനയത്തിന് പറയുന്ന പേരാ വ്യാജഭാവം. ദൈവം എന്നെ പഠിപ്പിച്ച കാര്യം ഞാൻ പറയുന്നത്. വ്യാജഭാവത്തിന് ഒന്നാമത്തെ ലക്ഷണം എന്താ? ഒരാളെ ഇഷ്ടമല്ല, പക്ഷെ നമ്മൾ ഇഷ്ടം ഉണ്ടെന്ന് കാണിക്കുക. അത് ഏതിൽ നിന്നാ വരുന്നറിയോ? അൺഫോർഗിവ്നെസ് നിന്നാ. എനിക്ക് ക്ഷമിക്കാൻ പറ്റാത്തതിൽ നിന്ന് അത് വരുന്നത്. എനിക്ക് ചിലരെ ഇഷ്ടമല്ല, അവരോട് ക്ഷമിക്കാൻ പറ്റത്തില്ല. നിങ്ങളൊന്നോർത്ത്, നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരാൾ നമ്മുടെ വീട്ടിലോട്ട് കയറി വരിക. ഞാൻ എപ്പോഴും പറയുന്നൊരു ഉദാഹരണം അത് നിങ്ങൾക്ക് മനസ്സിലാവാൻ പറയുക. എനിക്ക് ആ വ്യക്തി ഇഷ്ടമല്ല, പപ്പായോടും മമ്മിയോടും ഒക്കെ ഇരുന്ന് ആ വ്യക്തിയുടെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും. ഉദാഹരണം, ചിലപ്പോൾ പാസ്റ്ററാന്നിരിക്കട്ടെ, ദൈവദാസനായിരിക്കും. എനിക്ക് പാസ്റ്റർ ഇഷ്ടമില്ല, വീട്ടിൽ ഇരുന്ന് പപ്പായോടും മമ്മിയോടും ആ പാസ്റ്റർ എന്താ അങ്ങനെ പറഞ്ഞു, ആ പാസ്റ്റർ എന്താ ഇങ്ങനെ പറഞ്ഞു, എനിക്ക് പുള്ളി ഇഷ്ടപ്പെടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ദൈവദാസൻ പെട്ടെന്ന് വിസിറ്റിങ്ങിന് കയറി വരുന്നത്. കോളിംഗ് ബെൽ അടിക്കുന്നു. പപ്പ പറയാ, പോയി കതക് തുറക്കും ഇല്ലേ? കഥ അങ്ങോട്ട് തുറക്കുമ്പോ അതുവരെ കുറ്റം പറഞ്ഞ അക്സയുടെ മുഖഭാവം എങ്ങനെയായിരിക്കും അറിയോ? എനിക്ക് ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുത്തി ഇരിക്കുന്ന അക്സ പാസ്റ്ററെ അങ്ങോട്ട് കാണുമ്പോ കഥക് തുറക്കുമ്പോ, അയ്യോ പാസ്റ്ററെ കേറി വാ, ഇപ്പൊ കൂടെ പാസ്റ്ററുടെ കാര്യം പറഞ്ഞതേ ഉള്ളൂ. എന്താ പറഞ്ഞെന്ന് പറയുവോ? എന്താ പറഞ്ഞെന്ന് പറയുവോ? പറയത്തില്ല. അത് പറയത്തില്ല. പറയും 100 ആയുസായിരുന്നു പറയും. അയ്യോ 100 ആയുസ പാസ്റ്റർ, ഇപ്പൊ കൂടെ പാസ്റ്റർ കാര്യം പറഞ്ഞു. എന്താ പറഞ്ഞെന്ന് പറയത്തില്ല. പാസ്റ്റർ പാവം വിചാരിക്കും, അയ്യോ കൊച്ചിന് എന്തൊരു സ്നേഹമാ എന്നോട്, എന്റെ കാര്യമാണ് ഇപ്പോഴും ഒരു വീട്ടിൽ സംസാരിക്കുന്നത്, അയ്യോ എന്തൊരു സന്തോഷ പാസ്റ്റർമാർക്ക്, അയ്യോ എന്റെ വിശ്വാസികൾക്ക് എന്നോട് എന്ത് സ്നേഹമാ, എന്നെ കുറിച്ച് വീട്ടിൽ പറയുന്ന ദൈവവിശ്വാസികളെ എനിക്ക് ദൈവം തന്നല്ലോ. പാസ്റ്റർ ഹൃദയം കൊണ്ട് ദൈവത്തിന് നന്ദി പറയാം. ദൈവം പറയാം, മോനെ അന്തർഭാഗത്തിലെ സത്യം ഞാൻ കണ്ടോണ്ടായിരിക്കുന്നേ.
മനസ്സിലായോ? പാസ്റ്റർക്ക് ചായ കൊടുക്കുന്നു, കേക്ക് കൊടുക്കുന്നു. ഇതിന് പറയുന്ന പേരാ വ്യാജഭാവം. എനിക്ക് ഇഷ്ടമില്ല ഒരാളെ. കർത്താവ് പറയാ, ഹൃദയത്തിൽ നിങ്ങൾ ഒരാളെ പകയ്ക്കുന്നുണ്ടെങ്കിൽ, പക എന്ന് പറയാൻ ഭയങ്കര ഒരു സംഭവമാണ്. ഞാനിത് പറയുന്നോണ്ടൊന്നും തോന്നല്ലേ, വീണ്ടും പറയുക, ഇന്ന് ദൈവ മക്കളിൽ പകയുണ്ട്. വീടിനകത്തു പകയുണ്ട്, ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ പകയുണ്ട്, മക്കളും അപ്പനും തമ്മിൽ പകയുണ്ട്. വീടിനകത്ത് വസ്തുവിന്റെ പേരിലും സ്വത്ത് തർക്കത്തിന്റെ പേരിലും പക വെച്ചുകൊണ്ടിരിക്കുന്നവർ ദൈവ മക്കളുടെ ഇടയിലുണ്ട്. ഞാൻ കഴിഞ്ഞ ഇടയ്ക്ക് എന്റെ പപ്പ ഒരു പ്രശ്നം ഇങ്ങനെ സഭയിൽ ഒരു പ്രശ്നം ഇങ്ങനെ പരിഹരിച്ചു വന്നപ്പോൾ ഒരാൾ പറഞ്ഞൊരു വാക്ക് ഞാൻ അന്നാ മനസ്സിലായി, മനുഷ്യരുടെ ഉള്ളിൽ, വിശ്വാസികൾ എന്ന് പറയുന്നവരുടെ ഉള്ളിൽ ഇത്രയും പകയുണ്ടോ. ഒരു വിഷയം വന്നപ്പോ ഒരാൾ ഞങ്ങളോട് പറഞ്ഞു കേൾപ്പിക്കും ഒരാളുടെ അനുഭവം. അപ്പനും അമ്മ 20 വർഷത്തിന് മുമ്പ് മരിച്ചുപോയി. 20 വർഷത്തിന് മുമ്പ് അപ്പനും അമ്മയും മരിച്ചുപോയി. ഈ വ്യക്തി ഒരാളോട് പറയുക, അപ്പൊ അപ്പന്റെ അമ്മയുടെ വീടുണ്ട്, ആ വീട്ടിലോട്ട് ഈ മനുഷ്യൻ പോയിട്ട് 20 വർഷമായി. അവിടെ ഒരു കൂടപ്പുറപ്പ് താമസിക്കുന്നു, ഒറ്റ കൂടപ്പുറപ്പേ ഉള്ളൂ. ഞങ്ങൾ ചോദിച്ചു വീട്ടിൽ പോകുന്നില്ലേ? എല്ലാരും പോവാ വീട്ടിലോട്ട് അവരെ കാണാൻ. ഞാൻ വരത്തില്ല. എന്തേ? ഞാൻ ആ വീടിനകത്ത് കാലുകുത്തത്തില്ല. വിശ്വാസിയാ, കർത്തൃമേശ എടുക്കുന്ന ആളാ, ചർച്ചിലെ ഭയങ്കര ആക്റ്റീവ് മെമ്പറാ. എന്തേ വരുന്നില്ലാത്തെ? അതോ, ആ വീട് എന്റെ അപ്പന്റെ അമ്മയുടെ വീട്, ആ വീട്ടിൽ ഞാൻ കാലുകുത്തത്തില്ല. കാരണം എന്താ? അതോ, ഇത്ര വർഷത്തിന് മുമ്പ് വീട് നമ്മൾ പറഞ്ഞല്ലേ ഭാഗമൊക്കെ വെച്ച് അപ്പനും അമ്മയൊക്കെ മക്കൾക്ക് തുല്യമായിട്ട് വിധിച്ചപ്പോൾ എനിക്ക് കിട്ടേണ്ട 1 സെന്റും കൂടെ എന്റെ ചേട്ടൻ എഴുതി കൊടുത്തു. 1 സെന്റ് സ്ഥലം. അതുകൊണ്ട് എന്റെ അപ്പനോട് ഉമ്മയോട് ഞാൻ മിണ്ടിയിട്ടില്ല. മരിച്ചപ്പോ ഞാൻ അവിടെ പോയി, കടമയല്ലേ, മോനല്ലേ, പോയെന്നേ ഉള്ളൂ. പക്ഷെ ഞാൻ അവർക്ക് ക്ഷമ കൊടുക്കത്തില്ല. ഇത് കേട്ടുകൊണ്ടിരുന്നപ്പോ പെട്ടെന്ന് എന്റെ ഉള്ളിൽ സങ്കടം വന്ന്. ഞാൻ ഓർത്ത്, കർത്താവേ, സ്വർഗത്തിൽ പോകാനിരിക്കുക, ഭയങ്കര കൊട്ടിപ്പാടാ. പക്ഷെ ഹൃദയത്തിൽ മരിച്ചു പോയ അസ്ഥി പൊടിയായി പപ്പന്റെ അമ്മയുടെ. കല്ലറെ കിടക്കുന്ന അപ്പനും അമ്മയ്ക്കും പോലും ക്ഷമ കൊടുക്കാൻ പറ്റാതെ ഹൃദയത്തിന്റെ അകത്ത് പക വെച്ചോണ്ടിരിക്കുമ്പോൾ ദൈവം നമ്മളെ വിശുദ്ധനെന്നല്ല വിളിക്കുന്നത്, കുലപാതകൻ എന്നാ. സ്വന്തം കൂടപ്പുറപ്പിനെ സ്നേഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, സ്വന്തം രക്തബന്ധങ്ങളെ സ്നേഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, യെശയ്യാവ് 58 പറയുക, നിന്റെ അവിടെ പറയുന്ന അന്യായബന്ധങ്ങൾ അടിക്കാന്നൊക്കെ പറഞ്ഞിട്ട് ആ വചനത്തിനകത്ത് പറഞ്ഞൊരു കണ്ട്, നിന്റെ സ്വന്തം രക്തബന്ധങ്ങളായവർക്ക് നിന്നെ തന്നെ മറയ്ക്കാതിരിക്കുക. അവർക്കൊരു വിഷമം വന്നാൽ, അങ്ങനെ ചെയ്തതല്ലേ, ഞാൻ പോകത്തില്ല, അവർക്ക് അങ്ങനെ വേണം. പകയുണ്ടോന്ന് അറിയുന്ന എങ്ങനെ? മറ്റൊരാളുടെ അനർത്ഥത്തിൽ നിങ്ങൾ സന്തോഷിക്കുന്നുണ്ടെങ്കിൽ ഓർത്ത് ആ വ്യക്തി നിങ്ങൾക്ക് ഇഷ്ടമല്ല. മനസ്സിലായോ? എനിക്കിപ്പോ ഒരാളെ ഇഷ്ടമല്ലെങ്കിൽ ആ വ്യക്തിക്ക് എന്തെങ്കിലും വരുമ്പോൾ നമ്മുടെ വായിന്ന് അറിയാം അവർക്കത് കിട്ടേണ്ടതായിരുന്നു. അപ്പൊ നമ്മൾ ചെയ്തില്ലേലും പുള്ളിക്ക് കിട്ടില്ല, നിങ്ങൾ സന്തോഷിക്കുന്നുണ്ടെങ്കിൽ സ്വർഗം ആ ഹൃദയത്തെ നോക്കിയിട്ട് പറയാം, മോനെ, ഹൃദയത്തിലെ സത്യമാ ഞാൻ നോക്കുന്നത് കേട്ടോ. ആരാധനയിലെ സത്യം ദൈവം നോക്കുകയാ. നമ്മൾ ദൈവസന്നിധി വന്നിരുന്ന് ആരാധിക്കുമ്പോൾ ആരാധനയിൽ കപടത ഉണ്ടെങ്കിൽ കർത്താവിനറിയാം. ഹാബേലിലും അവന്റെ യാഗത്തിലും ദൈവം പ്രസാദിച്ചു. എവിടുന്ന് ഈ കപടത വരുന്നെന്നറിയാമോ? നമ്മൾക്ക് ദൈവവുമായിട്ടുള്ള ബന്ധം തീരുമ്പോഴാ കപടതയകത്ത് കയറുന്നത്. ലോകത്തിലേക്ക് ഇന്ന് ജനം ഇറങ്ങിത്തുടങ്ങി. ഇന്ന് നമ്മുടെ ഇടയിൽ നമ്മൾ വിശ്വാസികൾ എന്ന് പറയുന്ന അനേകർ നോക്കിക്ക്, നമ്മുടെ സഭകളിൽ നേതൃത്വങ്ങളിലൊക്കെയും കയറിയിരിക്കുന്ന ഈ കപടതയാ. പ്രസംഗിക്കുന്നുണ്ട്, പാട്ട് പാടുന്നുണ്ട്, ആരാധിക്കുന്നുണ്ട്. എന്തുകൊണ്ട് ദൈവപ്രവർത്തികൾ ഇന്ന് നടക്കുന്നില്ലെന്ന് ചോദിച്ചാൽ ദൈവം പറയുക, അന്തർഭാഗത്തിലെ സത്യം നോക്കുമ്പോൾ കണ്ടു കിട്ടുന്നില്ല. അന്ത്യകാലത്തിന്റെ ലക്ഷണങ്ങളിൽ ഒരു ലക്ഷണമാ, അന്ത്യകാലത്ത് മനുഷ്യർ സ്വസ്നേഹികളായി തീരും. വ്യാജം, വമ്പ്, ഇതൊക്കെ നമ്മുടെ ഹൃദയങ്ങളിലുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഓർത്തോണ്ടിരുന്ന ഞാൻ പെർഫെക്റ്റ് ആണെന്നാ. പക്ഷെ ദൈവം എന്റെ ഹൃദയത്തെ ഒരു ദിവസം സർജറി ചെയ്തിട്ട് പറയും, മോളെ ഇല്ല, മറഞ്ഞു കിടക്കുകയാ, മറ്റു പലതിട്ട് നീ ഇതിനെ മൂടിയേക്കുക. ഇത് പറയുമ്പോ പെട്ടെന്ന് എനിക്കുള്ള, ഇത് എന്നെ ദൈവം പഠിപ്പിച്ച ഒരു ഇൻസിഡന്റ് പറയാം, അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഒരു ദിവസം ഞങ്ങളുടെ വീട്ടിൽ പെട്ടെന്ന് ഒരു ഗസ്റ്റ് കയറി വരിക. അപ്പോഴത്തേനും ഞങ്ങൾ 4 പെൺപിള്ളാരാണേ. അപ്പൊ വീട്ടിൽ പെട്ടെന്ന് ഗസ്റ്റ് കയറി വന്ന്, മമ്മി ഉണ്ടോ? അലക്കിയിട്ട് തുണിയൊക്കെ കൊണ്ടിടുന്ന എവിടെയാ? സോഫയിലല്ലേ മിക്ക വീടുകളിലും, അല്ലേ? അനുഭവം ഉള്ളവരൊക്കെ ചിരിക്കുന്നുണ്ട്. ഓടിക്കൊണ്ടത് എങ്ങോട്ടിടും? സോഫയിലോട്ട് കൊണ്ടിടും. അപ്പോഴാണ് ആരോ ഗസ്റ്റ് വന്നിട്ടില്ലോ, ബെല്ലടിച്ചപ്പോഴത്തേനും മമ്മി, മക്കളെ ഇതൊക്കെ ക്ലീൻ ചെയ്തേ, അവിടെ മൊത്തം അഴുക്കായി കിടക്കുന്ന പൊടിയൊക്കെ കിടപ്പുണ്ട്. പെട്ടെന്ന് ഞാൻ നോക്കുമ്പോ ഒരാൾ വന്ന് തുണിയെല്ലാം എടുത്ത് സോഫാടെ അടിയിൽ നിന്ന് എടുത്ത് കട്ടിലോട്ട് ഇടുന്നു.
ഞാൻ നോക്കിയപ്പോ വേറെ അനിയത്തി വന്ന തുണിയുടെ മണ്ടക്കോട്ട് ഒരു ബെഡ്ഷീറ്റ് അങ്ങോട്ട് ഇട്ടു. കുറച്ച് കഴിഞ്ഞപ്പോ തൂത്തുവാരി കോരാനുള്ള സമയമില്ല, ഗസ്റ്റ് പുറത്ത് നിൽക്കുക. ഓടി വന്നിട്ട് ഞാൻ ചൂലെടുത്തിട്ട് എല്ലാം കൂടെ അടിച്ച് സോഫായുടെ അടിയിലോട്ട് കയറ്റി. പിന്നെ തൂത്തുവാരാല്ലോ, സോഫായുടെ അടിയിൽ എന്തായാലും ഗസ്റ്റ് നോക്കത്തില്ലല്ലോ. പക്ഷെ ഞങ്ങളുടെ വീട് കണ്ട എന്നാ വൃത്തിയാണെന്നറിയോ? വീട് വൃത്തിയായി, ലിവിംഗ് റൂം വൃത്തിയാ. ഇപ്പൊ ദൈവദാസന്മാരൊക്കെ വന്നിരുന്ന ഇരിക്കുന്ന സോഫ വൃത്തിയാ, തറ വൃത്തിയാ, എല്ലാം വൃത്തിയാ. നല്ല കർട്ടനൊക്കെ ഇട്ട് നല്ല വൃത്തിയുള്ള വീട്. അപ്പൊ ആരെങ്കിലും വന്ന് പറയോ വീട് എന്നാ വൃത്തിയുള്ളതാ? എന്നിട്ട് അനുഭവം ഞാൻ പറഞ്ഞേ, ഗസ്റ്റ് കയറി വന്നപ്പോ പറയോ, അയ്യോ ആന്റി നിങ്ങൾ എങ്ങനെ ആന്റി ഈ വീട് ഇത്ര വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നത്? നല്ല വൃത്തിയായിട്ടിരിക്കുന്നു, മിടുക്കി പെമ്പിള്ളാരാ കേട്ടോ. അപ്പൊ ഞാനും എന്റെ അനിയത്തിമാരും വായടച്ചിരിക്കുക. സോഫായുടെ അടി നോക്കിയാൽ തീർന്നു വൃത്തി. മനസ്സിലാവുന്നുണ്ടോ? ഇതെല്ലാം എന്റെ ജീവിതത്തിൽ അനുഭവം. ഒരു ദിവസം പരിശുദ്ധാത്മ എന്നെ മറഞ്ഞിരിക്കുന്ന പാപങ്ങളെ കുറിച്ച് ഞാൻ പ്രാർത്ഥിച്ച് പഠിച്ചുകൊണ്ടിരുന്നപ്പോ കർത്താവ് എന്നോട് പറയാം, ഈ ഇൻസിഡന്റ് എന്നെ ഓർപ്പിച്ചു. ഒരു കർത്താവ് പറയാം, ഓർമ്മയുണ്ടോ തൂത്തുവാരി കട്ടിലിന്റെ അടിയിലും സോഫായുടെ അടിയിലൊക്കെ ഇട്ടത്? ഇതാ എല്ലാ ഞായറാഴ്ച നീ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചർച്ച ചെയ്യുന്ന ഒറ്റ പ്രാർത്ഥനയെ കഴിഞ്ഞ ആഴ്ച എന്റെ വാക്കിലെ പ്രവൃത്തിയിലെ സംസാരങ്ങളുടെ വാർഡുകൾ പ്രവർത്തനങ്ങൾ നിരൂപണങ്ങൾ നോട്ടം ചിന്ത ഭാവം കൊടുക്കൽ വാങ്ങുന്ന വന്ന എല്ലാം എന്നോട് ക്ഷമിച്ച് അങ്ങനെ രക്തത്താൽ എന്നെ കഴുകി ശുദ്ധീകരിക്കണം. ഇതാണ് ഈസി ക്ലീനിങ് എന്ന് പറയുന്നത്. പെട്ടെന്ന് തൂത്തുവാരി ഇടുക. പക്ഷെ എങ്ങാനും സോഫ മാറ്റിയോ കർട്ടൻ മാറ്റിയോ ആൾക്കാർ നോക്കിയാൽ എല്ലാ വൃത്തിയുടെ കഥ പുറത്തു വരും. മനസ്സിലാവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. കട്ടിലിന്റെ അടിയൊക്കെ തൂത്തിട്ട് എത്ര വർഷമായി? നിങ്ങളുടെയൊക്കെ വീടിന്റെ അനുഭവമാണ് ഇല്ലേ? നല്ല അടിപൊളി വീടാന്ന് പറയുന്ന നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ വീടിന്റെ കട്ടിലിന്റെ അടി അലമാരിയുടെ പുറകൊക്കെ നോക്കി ശരിക്കും വൃത്തിയാണോ? ഇല്ലേ? ചിലപ്പോ സോഫ മാറ്റി തൂക്കുമ്പോഴായിരിക്കും പണ്ട് കാണാതെ പോയ റിമോട്ടും കാണാതെ പോയ ക്ലിപ്പും ഇല്ലേ, പല സാധനങ്ങൾ പേനായും ഒക്കെ പുറത്തു വരും. അതെ, നഷ്ടപ്പെട്ടു പോയതാ. പക്ഷെ എവിടെ നഷ്ടപ്പെട്ടു പോയത്? ഈ മറഞ്ഞു കിടക്കുന്നതിനകത്ത് ഇത് കിടക്കുക. നഷ്ടപ്പെട്ടു പോയതൊക്കെ കിടക്കുക, പൊടിയൊക്കെ പിടിച്ച്. ഇതുപോലെ നമ്മുടെ ജീവിതവും ചില സമയങ്ങളിൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ തിരക്ക് കാരണം നമ്മൾക്കിടെ ഇടയിലും പാപം വരുന്നുണ്ട്. പക്ഷെ നമ്മൾ തിരിച്ചറിയുന്നില്ല. ഇത് കൂടിക്കൂടി കിടക്കുക. നമ്മൾ ഇതിനെയൊക്കെ നല്ല മേക്കപ്പ് ചെയ്ത് നമ്മൾ പറഞ്ഞ വെള്ളയൊക്കെ ഇട്ട് ചർച്ചിലൊക്കെ പോയി എല്ലാ ദിവസവും അറ്റൻഡൻസ് ഒക്കെ കൊടുത്ത് നമ്മൾ ഇതിനെ മോടി പിടിപ്പിക്കുമ്പോൾ കർത്താവ് പറയുക, മക്കളെ നിങ്ങൾ മോടി പിടിപ്പിക്കുമ്പോ അകത്തെ അന്തരഭാഗത്തിലെ സത്യം ഇച്ഛിക്കുന്ന ദൈവം പറയുക, ഇതിനകത്തെ കപടത എന്തെന്ന് എനിക്കറിയാം. ഞാൻ എപ്പോഴും ഓർക്കും, അഗ്നിജ്വാലയ്ക്കത്തെ കണ്ണുള്ളവന്റെ മുമ്പിൽ നമ്മൾ ഓരോരുത്തരും ഇരിക്കുമ്പോ ദൈവം എന്താ നമ്മളെ കുറിച്ച് വിളിക്കുന്നത്? നമ്മളെ വിളിക്കുന്ന പേരെന്തുവാ? എത്ര പേർക്ക് ദൂത് മനസ്സിലാവുന്നുണ്ട്? നമ്മള് സത്യമാ, നമ്മൾ കർത്താവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാ. പക്ഷെ പരിശുദ്ധാത്മാവ് എന്നോട് വ്യക്തമായി പറഞ്ഞൊരു കാര്യമാ, വീണ്ടെടുക്കപ്പെട്ടു എന്നുള്ള ഒരൊറ്റ കാരണത്താൽ കുഴപ്പമില്ല, എന്റെ ജീവിതം ഓക്കെയാണ്, പാപമില്ലെന്ന് ചിന്തിക്കുന്ന ചിലരോട് പരിശുദ്ധാത്മാവ് പറയുക, മറഞ്ഞു കിടക്കുന്ന ചിലതുണ്ട്. അന്തർഭാഗത്തിലെ സത്യം ഇച്ഛിക്കുന്ന ദൈവം അതിനെ നോക്കി പറയുക, ഇന്ന് മാനസാന്തരത്തിനൊത്ത ഫലം കായ്ക്കാൻ സ്വയമേ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കണം. അപ്പ ജീവിതത്തിൽ കപടത വന്നിട്ടുണ്ട്, പ്രാർത്ഥനയിൽ അറിയാതെയെങ്കിലും കപടത വന്നിട്ടുണ്ട്. ഞാൻ ഇച്ഛിക്കുന്നതൊന്നും പ്രാർത്ഥിക്കുന്നത് മറ്റൊന്നുമാ. പുറമേ പറയുന്ന പലതും എന്റെ ഹൃദയത്തിലെ ആഗ്രഹമല്ല. അതുപോലെ തന്നെ ദൈവത്തിന് കൊടുക്കുന്ന വാക്കുകളും നമ്മൾ മറ്റുള്ളവരെ കാണിക്കാനും, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ സത്യമില്ലാതെ ഒരു നേർച്ചയെ നേരരുത്, ഇതൊക്കെ തെറ്റാ. നമ്മുടെ ലൈഫിൽ ഒരുപാട് തിക്ത അനുഭവങ്ങൾ അതിന്റെ പേര് വരും. പലരുടെയും ജീവിതത്തിന്റെ നന്മകൾ മുടങ്ങുന്ന ഒരു കാരണം അവിടെ. പല ദൈവമക്കളും പ്രാർത്ഥിക്കുമ്പോൾ എന്നോട് പറഞ്ഞൊരു കാര്യം, സിസ്റ്ററെ വർഷങ്ങളായി നന്മ ലഭിക്കുന്നില്ല, പ്രാർത്ഥിച്ചിട്ട് നന്മയില്ല. എന്തുകൊണ്ട് എന്റെ പ്രാർത്ഥനയ്ക്ക് മാത്രം മറുപടിയില്ല? വർഷം ഇത്രയായി. കർത്താവ് എന്നെ പഠിപ്പിച്ചത് ഞാൻ പറയാം. സഭാപ്രസംഗി 5:1-7 വരെ എന്താണെന്നറിയോ? ദൈവസന്നിധിയിൽ ഒരു വാക്ക് പറയാൻ നീ ഉച്ചരിക്കാൻ നീ ബന്ധപ്പെടരുത്. ദൈവസന്നിധിയിൽ ഒരു വാക്ക് ഉച്ചരിക്കാൻ നീ ബന്ധപ്പെടരുത്. അവിടെ പറയുക, ദൈവത്തിന് നേർച്ച നേർന്നാൽ കഴിപ്പാൻ താമസിക്കരുത്, ദൈവത്തിന് മൂടന്മാരി പ്രസാദമില്ല. എന്നിട്ട് പറയാ, നീ നേർന്നത് എന്ത് ചെയ്യണം? കഴിക്കണം. ഇതിനകത്ത് ഞാൻ പറയാം, കപടത്തക്കകത്ത് ഒരു കാര്യം കൂടെ, ഇത് നമ്മൾ ഭയങ്കര നേർച്ച നേരും ദൈവസന്നിധിയിൽ. എന്തുവാ? എപ്പോഴാ കൂടുതൽ നേർച്ച നേരുന്നത്? എല്ലാ ദൈവദാസന്മാരും പ്രസംഗമൊക്കെ കഴിയുമ്പോൾ, പ്രസംഗിക്കുമ്പോൾ, അവസാനം ഓർഡർക്കോളൊക്കെ കൊടുക്കുമ്പോൾ, കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കാൻ താല്പര്യമുള്ളവർ മുമ്പോട്ട് വരാൻ പറയുമ്പോൾ ചാടി കയറിയൊക്കെ ഓടിപ്പോയി എന്ത് ചെയ്യും? അതൊക്കെ ചെയ്യുന്ന ഇമോഷൻസിന്റെ പേരില്ല, ഫീലിങ്സിന്റെ പേരില്ല. മനസ്സിലായോ? തീരുമാനം ദൈവസന്നിധിയിൽ എടുത്തിട്ട് വരാം, കർത്താവെ ഞാൻ അത് ചെയ്തോളാം, കർത്താവെ ഞാൻ ഇത് ചെയ്തോളാം, ആദ്യത്തെ ജോലി കിട്ടിക്കഴിഞ്ഞാൽ മുഴുവൻ സാലറി ദൈവത്തിന് വേണ്ടി കൊടുത്തോളാം.
ദശാംശം ഞാൻ മുടക്കത്തില്ല, എനിക്ക് ദൈവം ആരോഗ്യം തന്ന ഞാൻ ട്രാക്ട് കൊടുത്തോളാം. ഇങ്ങനെ പല തീരുമാനങ്ങൾ ക്ഷമിക്കണേ, ഇടയ്ക്ക് കട്ടായിപ്പോയി. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ എടുത്ത തീരുമാനങ്ങൾ അതൊക്കെയും പ്രവൃത്തിയിൽ കൊണ്ടുവരാതിരിക്കുമ്പോൾ, തീരുമാനം എടുക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം, പക്ഷെ നമ്മൾ വാക്ക് കൊടുത്ത ദൈവത്തിനാ. ആ സഭാപ്രസംഗി 5-ാം അധ്യായത്തിനകത്ത് ഒരു വാക്യമുണ്ട്, എന്നെ അത് ഭയങ്കരമായിട്ട് ടച്ച് ചെയ്തൊരു വാക്യം. കാരണം അതുവരെ എന്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ എന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി വൈകുമ്പോൾ എല്ലാ പെന്തുക്കോസാരും ജയിക്കുന്ന പോലെ ഞാനും ഒരു കാര്യം ചെയ്യും. എന്താ പറയുക, പിശാചിനെ അങ്ങ് പ്രാകും. എന്ന് വെച്ചാൽ എന്തോ, പോ പിശാച്, വിട്ടുപോ പിശാച്. എല്ലാരും ചെയ്യുന്ന കാര്യമല്ലേ. നമ്മൾ എന്ത് വിഷയത്തിന് തടസ്സം വന്നാലും നമ്മൾ ആരെയാ നമ്മൾ പറയുന്ന പോലെ ഭത്സിക്കുന്നത്? പിശാചിനെയാ. ഒരു ദിവസം പരിശുദ്ധാത്മാവിനോട് പറയുക, ഇത് നീയും പിശാചുമായിട്ടുള്ള പ്രശ്നമല്ല, നിന്റെ ഈ വിഷയത്തിന്റെ മറുപടിക്ക് തടസ്സം പിശാചല്ല, നീ തന്നെയാണ്. എന്നിട്ട് കർത്താവ് പറയും, കാരണം മറ്റൊന്നുമല്ല, നീ എന്റെ സന്നിധിയിൽ പറഞ്ഞ കുറെ നേർച്ചകൾ ഉണ്ടായിരുന്നു. അതിൽ ആദ്യത്തെ നേർച്ച, പോകുന്ന എല്ലാ ക്യാമ്പിനും കർത്താവിന്റെ വേല ചെയ്യാൻ ആഗ്രഹമുള്ളവർ കൈ വെക്കാൻ പറയുമ്പോൾ ഞാൻ കൈ വെച്ച് ചെല്ലുമായിരുന്നു. മനസ്സിലായോ? കർത്താവിന്റെ വേല ചെയ്യാനുള്ളവർ പെട്ടെന്ന് ഫ്രണ്ടി വാ, ഓടിച്ചെല്ലും കൈ പൊക്കിക്കൊണ്ട്. കർത്താവിന്റെ വേല ചെയ്യാൻ ഭയങ്കര ആഗ്രഹം സത്യമായിരുന്നു. പക്ഷേ നേഴ്സിംഗ് ഒക്കെ കഴിഞ്ഞ് നേഴ്സായി കഴിഞ്ഞപ്പോ കർത്താവ് പറയാം, എന്റെ വേലയ്ക്ക് ഇറങ്ങാൻ പറഞ്ഞു പറയാം, അയ്യോ അത് പറ്റത്തില്ല കർത്താവ്, എനിക്ക് ഇച്ചിരി ജോലിയൊക്കെ ചെയ്യണം. പക്ഷെ നേർന്ന ആരുടെ മുമ്പില്ല? ദൈവസന്നിധിയില്ല. നമ്മുടെ വിചാരം നമുക്ക് എന്തും ദൈവസന്നിധി വിളിച്ചു പറയാവുന്ന. അതിനുശേഷം എനിക്ക് വാക്യം വായിച്ച്, ഞാൻ സഭാപ്രസംഗം 5-ാം അധ്യായം ഇരുന്ന് പഠിച്ചു, 1 തൊട്ട് 7 വരെയുള്ള വാക്യങ്ങൾ. എന്നെ ഭയപ്പെടുത്തിയ വാക്യങ്ങൾ അതിനകത്തുള്ളത്. അതിനകത്തെ ഒരു വാക്കാ പറഞ്ഞത്, നേർച്ച നേർന്നാൽ കഴിക്കാൻ താമസിക്കരുത്, മൂഢന്മാരിൽ ദൈവത്തിന് പ്രസാദമില്ല. എന്നിട്ട് പറയുന്ന ഒരു വാക്യമുണ്ട്, ദൈവം നിന്റെ വാക്ക് നിമിത്തം കോപിച്ചിട്ട് നിന്റെ കൈകളുടെ പ്രവൃത്തിയെ നശിപ്പിക്കുന്നത് എന്തിന്? അന്നാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. ബൈബിളിൽ എഴുതിയിരിക്കുക, ദൈവം നിന്റെ നേർച്ച നിമിത്തം, നീ പലത് ദൈവത്തിന് പറഞ്ഞത് നിമിത്തം ഇന്ന് ദൈവത്തിന്റെ കൈ ഭാരമായിട്ടിരുന്നാൽ, ഈ ലോകത്തിലെ എല്ലാ ദൈവദാസന്മാരും കൈവച്ച് പ്രാർത്ഥിച്ചാൽ ആ വിഷയത്തിന് മറുപടി കിട്ടുമോ? ദൈവം പറയാ, ദൈവം നിന്റെ വാക്ക് നിമിത്തം കോപിച്ചിരിക്കുക. ദൈവം കോപിക്കാതിരിക്കുന്നത് എങ്ങനാ? അത്രയ്ക്കുണ്ട് നേർച്ച ദൈവസന്നിധി നേർന്നിരിക്കുന്നത്. ഞാൻ ചെയ്തോളാം, ഞാൻ അങ്ങനെ ചെയ്തോളാം. കർത്താവിന്റെ വേലയിൽ ഇറങ്ങിയ ദൈവദാസിമാരെ നിങ്ങളോട് പരിശുദ്ധാത്മ വ്യക്തമായിട്ട് പറയുക, ദൈവത്തിന്റെ സന്നിധിയിൽ ആദ്യം ഇറങ്ങിയ കാലത്ത് പറഞ്ഞ നേർച്ചകൾ, ഞാൻ ചെയ്തോളാം, ഞാൻ പൊക്കോളാം, കർത്താവ് വിടുന്നിടത്ത് ഞാൻ പൊക്കോളാം എന്ന് പറഞ്ഞ് ദൈവത്തിന്റെ സന്നിധി പറഞ്ഞ ഓരോ വാക്കും ദൈവം കുറിച്ചു വെച്ചേക്കുകയാ. ദൈവം പറയുക, നീ പറഞ്ഞ വാക്ക് നിമിത്തം ഞാൻ കോപിച്ചിട്ട് നിന്റെ കൈകളുടെ പ്രവൃത്തിയെ നശിപ്പിക്കുന്നത് എന്തിന്? നിങ്ങളുടെ വചനത്തിലുള്ള വാക്യം തന്നെ ഞാൻ പറയാം, സഭാപ്രസംഗം 5-ന്റെ 1 തൊട്ട് 7 വരെ അവിടെ പറയുക. അപ്പൊ ഞാനൊരു കാര്യം മനസ്സിലായി, ചിലവരുടെ മുമ്പിൽ ദൈവത്തിന്റെ കൈ ഭാരമാണ്. ആ ഭാരം മാറ്റാൻ ഈ ലോകത്ത് ആരെ കൊണ്ടും പറ്റത്തില്ല. കാരണം അവരുടെ വാക്ക് നിമിത്തമാണ്. നമ്മളൊരു ജഡ്ജിന്റെ അടുക്ക ചെന്ന്, നാളെ 10 മണിക്ക് ഞാൻ എന്റെ പെനാൽറ്റി അടച്ചോളാം എന്ന് പറഞ്ഞിട്ട് 10 മണി കഴിഞ്ഞിട്ട് നിങ്ങൾ ചെല്ലുവോ കോടതിയിൽ? 10 മണി എന്ന് പറഞ്ഞാൽ 10 മണിക്ക് നിങ്ങൾ ചെന്നിരിക്കും. ഒരു നിയമപാലകന്റെ അടുക്കൽ വാക്ക് പറഞ്ഞാൽ നിങ്ങൾ പാലിച്ചിരിക്കും. നിങ്ങളുടെ ജോലി സ്ഥലത്ത് നിങ്ങൾ കറക്റ്റ് സമയത്ത് ചെന്നിരിക്കും. കൊടുത്ത വാക്കാ. പക്ഷെ ദൈവസന്നിധി പറഞ്ഞ് എത്ര വാക്കുകളാ പെൻഡിങ് കിടക്കുന്നത്. പ്രിയ മാതാവേ, പിതാവേ, നിങ്ങളുടെ തലമുറകളോടുള്ള ബന്ധത്തിൽ, തലമുറകൾ കേൾക്കുന്നവരോട് ഞാൻ പറയാം, ജോലിയോടുള്ള ബന്ധത്തിൽ, ഭാവിയോടുള്ള ബന്ധത്തിൽ വഴി തടസ്സപ്പെട്ട് നിൽക്കുന്ന ചിലരോട് പരിശുദ്ധാത്മ ദൂത് പറയുക, ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയാഞ്ഞിട്ടല്ല, ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയും. ദൈവം പറയുക, നീ നേർന്നത് ആദ്യം കഴിക്കുക. നീ ചെയ്യാനുള്ളത് ചെയ്താൽ ഞാൻ ചെയ്യാനുള്ളത് ക്ഷണത്തിൽ ചെയ്യാം. കാരണം ഞാൻ പറഞ്ഞിട്ടല്ല നേർന്നത്, നമ്മുടെ ഇമോഷൻസ് നിമിത്തമാണ് നേരുന്നത്. ഹന്ന നേർന്നു, ചെയ്തു. ഇഫ്താഹ് നേർന്നു, ചെയ്തു. നേർന്നവരൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ വിശുദ്ധ ബൈബിളിൽ. നേർന്നിട്ട് ചെയ്യാതിരുന്നവർക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? പണിഷ്മെന്റും കിട്ടിയിട്ടുണ്ട്. അതിൽ ഒരാളാ പുതിയ നിയമത്തിലെ അനന്യാസും സഫീറയും. മനസ്സിലായോ? എന്തേ അവര് നേരിട്ട് വന്ന് പത്രോസിനോട് പറഞ്ഞു, ഞങ്ങൾ മൊത്തം അങ്ങ് തരൂ എന്നൊക്കെ പറഞ്ഞു. എന്താ പറഞ്ഞ, അന്തർഭാഗത്തിലെ സത്യം അറിയുന്ന ഒരു ദൈവം. ഇവര് തീരുമാനം എടുത്തത് എന്താണെന്നറിയോ? കിട്ടുന്നത് മൊത്തം കൊടുത്തേക്കാം. എവിടെ പറഞ്ഞു? അവരും ദൈവമായിട്ടുള്ള കാര്യം അത്.
പക്ഷെ തീരുമാനം കയ്യിലോട്ട് പൈസ അങ്ങോട്ട് വന്നപ്പോ തീരുമാനം മാറ്റി. അതിപ്പോ കുഴപ്പമില്ല. ഇന്ന് പലരും പാപത്തിന് കോംപ്രമൈസ് ചെയ്യുന്ന ഇങ്ങനെയാണ്. ദൈവസഭകളിൽ പാപം കയറാൻ തുടങ്ങിയത് ഈ കോംപ്രമൈസ് മൂലമാ. എന്തുവാ കോംപ്രമൈസ്? അതെല്ലാവരും ചെയ്യുന്നതല്ല, അതൊന്നും സാരമില്ല. ദൈവത്തിന് അവസ്ഥ അറിയാം. ദൈവം അവസ്ഥ അറിയുന്ന ദൈവമല്ല, ദൈവം വ്യവസ്ഥയുടെ ദൈവമാണ്. ആഖാൻ ദൈവത്തിന് അനിഷ്ടമായുള്ളത് ചെയ്തപ്പോൾ ദൈവം പറയും അവരെ കല്ലെറിഞ്ഞ് കൊന്നേര്. എന്തേ കൊടുത്തത്? കാരണം ദൈവം ഇതിനു മുമ്പ് വാണിങ് കൊടുത്തതാ, ചെയ്യരുതെന്ന്. അങ്ങനെയെങ്കിൽ പുതിയ നിയമസഭയെ, ദൈവത്തിന്റെ കൃപയെ നമ്മൾ പറഞ്ഞ പോലെ അത് എന്താ പറഞ്ഞേ, തമാശയായിട്ട് എടുക്കരുത്. ദൈവം കരുണ കാണിക്കുന്നത് തമാശയായി എടുക്കരുത്. ദൈവം പറയാ, ദൈവം നിന്റെ വാക്ക് നിമിത്തം കോപിച്ചിട്ട് നിന്റെ കൈകളുടെ പ്രവൃത്തിയെ നശിപ്പിക്കുന്നത് എന്തിന്? അവിടെ ലാസ്റ്റ് പറഞ്ഞിരിക്കുന്നു, നീയോ ദൈവത്തെ ഭയപ്പെടുക. ഇന്ന് ചിലരോട് പരിശുദ്ധ ദൂത് പറഞ്ഞ 3 കാര്യങ്ങൾ. നമ്മുടെ പ്രാർത്ഥനയിലെ സത്യം, ഹൃദയത്തിലൊന്നും വാക്ക് മറ്റൊന്നും ആവരുത്. 2, ദൈവത്തിന്റെ ഹിതം തുടക്കത്തിലെ അന്വേഷിക്കണം. 3, ദൈവത്തിന് നേർച്ച നേർന്നത് കഴിക്കണം. ഇവിടെ എവിടെയെങ്കിലും പാളിച്ച വന്നിട്ടുണ്ടെങ്കിൽ ദൈവസന്നിധി നിങ്ങളെ തന്നെ സമർപ്പിക്കുക. അപ്പാ, തെറ്റ് വന്നിട്ടുണ്ട്. ബൈബിളിൽ പറഞ്ഞിട്ട് തന്റെ ലംഘനങ്ങളെ മറച്ചു വെക്കുന്നവന് ശുഭം വരികയില്ല. ഏറ്റു പറഞ്ഞുപേക്ഷിക്കുന്നവനോ ദൈവത്തിന്റെ കരുണ ലഭിക്കും. ആകയാൽ ജീവിതത്തിലെ കുറവുകൾ നമുക്ക് ഏറ്റുപറയാം, മാനസാന്തരപ്പെടാം, ദൈവത്തിലേക്ക് മടങ്ങി വരാം. കുറവുകൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുമെങ്കിൽ ദൈവം പറയുക, ഞാൻ നിങ്ങൾക്ക് വേണ്ടി എത്രയും പെട്ടെന്ന് പ്രതിക്രിയ നടത്തി നിങ്ങളെ രക്ഷിക്കും. ദൈവം പറഞ്ഞിരിക്കുന്നത് അങ്ങനെ, സത്യമായും തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും. കേട്ടിട്ടുണ്ടോ വാക്യമൊക്കെ? അവിടെയും ദൈവം നോക്കുന്ന സത്യമാണ്. സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും. സത്യം ഹൃദയത്തിലും വായിലും പ്രവർത്തിയിലും സത്യമുള്ളവർക്ക് വേണ്ടി ദൈവം പറയാം, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രതിക്രിയ നടത്തി രക്ഷിക്കും. ആകയാൽ ദൈവത്തിന്റെ കൃപ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ദൈവം നൽകി തരട്ടെ. പ്രാർത്ഥനയിൽ സത്യമുണ്ടാകട്ടെ, ജീവിതത്തിൽ സത്യമുണ്ടാകട്ടെ. ദൈവനാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി നമുക്ക് ജീവിക്കാം. ഈ കാലഘട്ടത്തിൽ നിങ്ങൾ എല്ലാവരും കർത്താവിന്റെ നാമത്തിന് വേണ്ടി ഉപയോഗപ്പെടുന്നവരായി ദൈവം നിങ്ങളെല്ലാവരും ഉപയോഗിക്കട്ടെ. ഈ മിനിസ്ട്രിയെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇങ്ങനൊരു അവസരം നൽകി തന്ന സിസ്റ്ററുള്ള പ്രത്യേകം നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.